മലയാള വാർത്താ ലോകത്ത് പുതുതലമുറയുടെ വരവറിയിച്ച 24 4-ാം വർഷത്തിലേക്ക് ഒരു ദിനം നീണ്ടു നിൽക്കുന്ന പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാണുക നാളെ രാവിലെ 6 മണി മുതൽ 24. ഈ വേദിയിൽ നിന്ന് മത്സരിക്കാൻ എത്തുന്നു PS അനില. This is a very costly question. ഏത് നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം? താങ്കളൊരു കേസ് കൊടുത്തു അവരുടെ പേരിൽ. എനിക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അല്ല, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റും. ഇംഗ്ലീഷ് അക്ഷരമാല പ്രകാരം ആദ്യം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇതിൽ ആരാ പൊസസീവ്? അമ്മായി വേണോ മരുമകളാണോ? ഉള്ള കാര്യം പറഞ്ഞു. എന്റെ അച്ഛനോടും അമ്മയോടുള്ള അതേപോലെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ അച്ഛനോടും അമ്മയോടും ഉണ്ടാവുക. അങ്ങനെ കരുതിയ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞാൻ അങ്ങനെ കരുതിയത് കൊണ്ടാണ്, പക്ഷെ അവരത് അങ്ങനെ കരുതിയില്ല. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. കൂട്ടാമോ? കൂട്ടാം സർ. ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം അനില PS. ഇപ്പൊ കണ്ടുപിടിച്ച് തെറ്റായി പോയോ എന്ന് നമുക്ക് നിമിഷങ്ങൾക്കകം അറിയാം. ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഒരു മഹാത്മാവിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അറിയാതെ ഓർത്തുപോകുന്നു. പാത നയിക്കുന്നിടത്തേക്ക് പോയവരല്ല, പുതിയ പാത വെട്ടിത്തുറന്നവരാണ് ചരിത്രം എഴുതുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ചരിത്രം എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. നിങ്ങൾക്കറിയാം, ഇത് വിജ്ഞാനത്തിന്റെ വേദിയാണ്. ഈ വേദിയിൽ നിന്ന് മത്സരിക്കാൻ എത്തുന്നു പാലക്കാട് തച്ചനാട്ടുകരയിൽ നിന്ന് PS അനില. പാലക്കാടൻ പാടങ്ങളുടെ പച്ചപ്പാണ് തച്ചനാട്ടുകര സ്വദേശിനി അനിലയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ നിറച്ചാർത്തേക്കുന്നത്. പ്രകൃതിയോടും ജീവജാലങ്ങളോടും മാത്രമല്ല, അറിവിന്റെ നിറവിനോടും ഇഷ്ടം കൂടുതലാണ് ഈ അധ്യാപികയ്ക്ക്. പയ്യന്നൂർ എട്ടിക്കുളം MASS GHSSൽ ബോട്ടണി ടീച്ചറാണ് ഇപ്പോൾ അനില. പാലക്കാട്ട് തച്ചനാട്ടുകര കോവിലങ്ങൽ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് അനിലയുടെ ജീവിതത്തിന്റെ താങ്ങും തണലും. അനിലയുടെ അച്ഛൻ സുബ്രഹ്മണ്യന്റെ വരുമാനമാർഗം കൃഷിപ്പണികളായിരുന്നു. അമ്മ ഗീത ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ. അനുജൻ അഖിലും പോസ്റ്റൽ സർവീസിലാണ്. രോഹിണിയാണ് അഖിലിന്റെ ഭാര്യ. 4-ാം ക്ലാസ്സുകാരൻ അഭിരാമം, 5 വയസ്സുകാരൻ അരിഹന്തുമാണ് മക്കൾ. MSc B.Ed, SET, NET എന്നീ പഠന നേട്ടങ്ങൾക്ക് പുറമെ പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജിൽ PhD ചെയ്യുകയാണ് അനില. തിരിച്ചടികളിൽ തളരാതെ പഠിക്കുക, മുന്നേറുക എന്ന ജീവിത ലക്ഷ്യവുമായി അറിവിന്റെ വേദിയിലേക്ക് പാലക്കാട്ടു നിന്നും അനില. ഹായ്. ഹായ് അനില PS. യെസ്. ആരാണ് ഈ PS? അച്ഛൻ. അച്ഛനാണല്ലേ. അനില ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. എവിടെയാണ്? ഏത് സ്കൂളാണ്? MASS GHS എട്ടിക്കുളം. എട്ടിക്കുളം പാലക്കാട് തന്നെയാണോ? അല്ല, പയ്യന്നൂര്. പയ്യന്നൂരാണ്. ഓക്കെ. അപ്പൊ പാലക്കാട് നിന്ന് പയ്യന്നൂർ എത്തി. യെസ്. എങ്ങനെ? ബസ് വഴി പോയെന്ന് പറയരുത്. PSC എഴുതിയിട്ട് ലിസ്റ്റിൽ വന്നു. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ബോട്ടണി. ബോട്ടണിയാണ്. പഠിച്ചൊക്കെ ബോട്ടണി തന്നെ? അതെ. ഓക്കെ. ബോട്ടണി ഇഷ്ടപ്പെട്ട വിഷയമാണോ? അതെ. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഈ മത്സര വേദിയിൽ എത്താൻ കാരണം? എന്റെ മോൻ. അതെന്താ? അവൻ പറഞ്ഞിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തത്. അതോ? മോൻ എത്ര വയസ്സായി? അവന് 9 വയസ്സ്. 9 വയസ്സായി. അവന് ഇഷ്ടപ്പെട്ടു. കുട്ടികളെ കാണാൻ വേണ്ടിയായിരിക്കും അല്ലേ? അപ്പൊ കുട്ടികളെ കണ്ടോളൂ. 8 മാസം പ്രായം, 12 അടി നീളം. അനില, കുട്ടികൾ അവിടെ ഉണ്ട്. ഓക്കെ, അവരെയും കൂടി വിളിക്കൂ. പരിചയപ്പെടാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കൂടെ വന്നവരാരൊക്കെയാ? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ മക്കള്. അപ്പൊ അനില പരിചയപ്പെടുത്തിക്കോളൂ. ഇത് ഇളയ മകൻ. പേര്? അരിഹന്ത്. അരിഹന്ത്. നമസ്കാരം. ചാച്ച. അമ്മ ഗീത. ഓക്കെ. സുബ്രഹ്മണ്യൻ. അമ്മ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യണം. പോസ്റ്റൽ അസിസ്റ്റന്റാ. എവിടെയാ? ഒറ്റപ്പാലം. അപ്പൊ നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് കുടുംബമായിട്ട്? ഞങ്ങള് മണ്ണാർക്കാട് അടുത്ത് പാലോട്. ഓക്കെ. അപ്പൊ അച്ഛൻ?
പാലോട് തന്നെ. അച്ഛൻ എന്താ പരിപാടി? ഇപ്പൊ പ്രത്യേക പരിപാടിയൊന്നുമില്ല. ആ, അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ. കാർഷികണ്ട്, എന്റെ ഗൗരവം ഉണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അച്ഛന്റെ പേര് പറഞ്ഞില്ല. സുബ്രഹ്മണ്യം പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. അഖിൽ. അഖിൽ എന്താ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യും. അനിയനാണല്ലേ? നിങ്ങള് കുടുംബ പാരമ്പര്യമായിട്ട് പോസ്റ്റ് ഓഫീസിൽ വരാം. ആ, മോന്റെ പേര് അഭിരാം. ഓക്കെ, അഭിരാം, വെൽക്കം. ഈ അരികന്തെന്ന് പേരിടാൻ കാര്യം എന്തോ? അവൻ ജനിച്ചത് വിമാനവാഹിനി കപ്പലാണല്ലോ. 2016 ഓഗസ്റ്റിലാണ് അവൻ ജനിച്ചത്. അപ്പൊ ആ വർഷാണ് ഈ വിമാനവാഹിനി കപ്പൽ വന്നത്. ഓക്കെ, നന്നായി. KSRTC വല്ല ബസ്സിറക്കിയ ബസ്സിന് പേരിട്ട് തന്നെ അല്ലേ? ഓക്കെ, വീട്ടിൽ എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമായി പോണു, കുഴപ്പമില്ല. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് മസ്കറ്റിലാണ്, അക്കൗണ്ടന്റ് ആണ്. എന്താ പേര് അദ്ദേഹത്തിന്റെ? ജയരാമൻ. ഇപ്പോഴും അവിടെയാണോ? അതെ. ഈ അധ്യാപക വൃത്തിയാണോ ഇഷ്ടപ്പെട്ടിരുന്നത്? ഇഷ്ടം അധ്യാപക വൃത്തി തന്നെയാണ്. അല്ല, ആഗ്രഹിച്ച ജോലി എന്തായിരുന്നു? ജോലി അങ്ങനെ സാർ, ഒരു കുട്ടിക്കാലത്ത് നമുക്ക് തോന്നിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ റേഡിയോയിലെ ന്യൂസ് റീഡർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വാർത്ത വായിച്ചോ? ഇല്ല, അങ്ങനെ അതിനു വേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്നും അന്ന് ധാരണ ഇല്ലാത്തോണ്ടും അങ്ങനെയുള്ളതിലേക്കൊന്നും എത്തിപ്പെട്ടില്ല. പിന്നെ നമ്മള് ടീച്ചിങ്. പിന്നെ അത് കഴിഞ്ഞപ്പോ വാർത്താ വായന വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ടീച്ചിങ്, സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിനോട് തോന്നുന്ന ആരാധന. അപ്പൊ പിന്നെ നമുക്ക് ടീച്ചർ ആവാനുള്ള ഒരു പ്രേരണയാണല്ലോ. വലിയ സ്കൂളാണോ പഠിപ്പിക്കുന്ന സ്കൂൾ? അല്ല, ചെറിയ സ്കൂളാണ്, കോസ്റ്റൽ ഏരിയയിലുള്ള ഒരു. ഓക്കെ. അപ്പൊ മത്സരിക്കാൻ തീരുമാനിച്ചത് മകൻ പറഞ്ഞപ്പോഴാണ് അല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ? അല്ല, 9 വയസ്സായ മകൻ. ആരാണ് പറഞ്ഞത്? അഭിരാമാണോ പറഞ്ഞത്? അഭിരാം കുട്ടേട്ടനെ പരിചയപ്പെട്ടുള്ളൂ. കുട്ടേട്ടൻ ചോദിച്ചു അഭിരാമാണോ പറഞ്ഞത്. കുട്ടേട്ടാ, ഓവർ ടു അഭിരാം. അഭിരാം, എന്തൊക്കെയുണ്ട് അഭിരാം വിശേഷങ്ങൾ? അഭിരാം ഞെട്ടിയിരിക്കുക, ഈ ശബ്ദം എവിടുന്ന് വരുന്നു അല്ലേ? നല്ല വിശേഷങ്ങൾ. അഭിരാം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ൽ. അഭിരാമിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ദേവാങ്കിത്, പിന്നെ ആരാണ്? ഋഷിക്. എല്ലാവരോടും എന്റെ ഒരു ഹായ് പറഞ്ഞേക്കോ? പറഞ്ഞേക്കുമല്ലോ. ഓക്കെ. അനില, നന്നായിട്ട് മത്സരിക്കൂ. അനിലക്ക് 1 കോടി രൂപ ലഭിക്കട്ടെ. 1 കോടി രൂപയുടെ ആവശ്യമുണ്ടോ? താങ്ക് യു കുട്ടേട്ടാ. 1 കോടി രൂപയുടെ ആവശ്യമുണ്ടോ? 1 കോടിയുടെ ആവശ്യമൊന്നുമില്ല. പൈസക്ക് അത്യാവശ്യമുണ്ടോ? വേണം, നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 1 കോടി രൂപ അഥവാ അടിച്ചാൽ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? എന്താ പ്ലാനിങ്? എന്താ? 1 കോടി കിട്ടിയാൽ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെക്കും. വീട് വെക്കും? ഇപ്പൊ ഒരു വീടില്ലേ? വീടുണ്ട്. ഹസ്ബൻഡ് വീട്ടിലാണോ താമസിക്കുന്നത്? അതെ. എന്നിരുന്നാലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് കൊണ്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ നമുക്ക് അതിനുള്ളിൽ ഒരു കുറച്ചുകൂടി. ഭർത്താവ് ഇതേ നിലപാടെടുത്ത 2 വീട്ടിലാവൂലേ? അങ്ങനെ ഒരു പ്രശ്നം വരില്ലേ? അതേപോലെ ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കുന്ന വീട്ടിലേ താമസിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ പണി പാടില്ലേ? അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാലോ. 15 ദിവസം അവിടെയും 15 ദിവസം ഇവിടെയും. അത് കൊള്ളാം, 2 വീട് വെക്കും. കുഴപ്പമില്ല. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? കുറച്ച്. ഇന്നലെ ടെൻഷൻ, റിലാക്സ്. ഇവിടെ എല്ലാം റിലാക്സേഷന്റെ വേദിയാണിത്. അപ്പൊ നമുക്ക് വേണേ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹൃദയം അതിന്റെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം എന്നല്ലേ പറയുന്നത്? ഒട്ടാണിക്കലി റെഡിയാണോ അത്? ഓക്കെ. കുട്ടേട്ടാ, ഹാർട്ട് ബീറ്റ്. എന്റെ അമ്മോ, 150 വരെ എത്തിയോ? അപ്പൊ 150 വേണ്ട, നമുക്ക് ഇറക്കണം. 150. ഇത്ര മോശമല്ല അല്ലേ? അപ്പൊ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ജീവിതത്തില്? ടെൻഷൻസ് ഇപ്പൊ അങ്ങനെ ടെൻഷൻ ഇല്ല. ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ അതത്ര ഒരു വലിയ ടെൻഷനായിട്ട് ഫീൽ ചെയ്യാറില്ല. വീട്ടിൽ എന്തായിരുന്നു പ്രശ്നം? അത് പ്രശ്നം എന്ന് പറയുമ്പോ നമ്മളൊരു നാട്ടിൻ പുറത്തുള്ള ആള് ആ ഒരു ഇതില് വരുമ്പോ ഉണ്ടാവുന്ന സാധാരണ എല്ലാ പ്രശ്നങ്ങളും. ഇപ്പം അമ്മയ്ക്ക് മോനോടുള്ള പൊസസീവ്നെസ്. അപ്പൊ അങ്ങനെ അങ്ങനെ വഴക്കടിക്കലില്ല, പക്ഷെ അതിന്റേതായ അനുരണനങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പൊ അത് എങ്ങനെ നേരിട്ടു? എന്തൊക്കെ വരും? അത് ഭർത്താവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വീട്ടിലുണ്ടാവും? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് പൊസസീവ് ആയതുകൊണ്ടാണോ അതോ ഈ മരുമോള് ശരിയാകത്തോണ്ടാണോ? അത് അവർക്കേ അറിയുള്ളൂ. അല്ല, അമ്മായിമ്മയെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അമ്മായിമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ പറ്റൂ? സാർ, എനിക്കിപ്പോ എന്റെ അമ്മ ജോലിക്ക് പോണതാണ്. അപ്പൊ നമുക്ക് വീട്ടില് വരുമ്പോ വൈകിട്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോ നമുക്ക് വീട്ടില് വർക്കിംഗ് മദർ ആവുമ്പോ അമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്കൊരു ചായ കിട്ടാനൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം കല്യാണം കഴിച്ച് അമ്മ ആണെങ്കിൽ അമ്മ വീട്ടിലുള്ള ആളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് വരുന്നത്. അപ്പൊ കല്യാണം കഴിച്ചപ്പോ ജോലി ഉണ്ടായിരുന്നോ? എനിക്കോ? ഇല്ലായിരുന്നു. പിന്നെ ജോലി കിട്ടിയത്? അതെ. അപ്പൊ അങ്ങനെ നമ്മളെ മനസ്സിലെ അമ്മ എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മള്
ചെന്നത് ആ. പക്ഷെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല. എന്തുകൊണ്ടോ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല തോന്നുന്നു. ചായ ഒഴിക്കുമ്പോ നീ പോയിട്ട് കുടിക്കണെന്ന് പറയും അല്ലേ? അല്ല അങ്ങനെയല്ല. അപ്പൊ ഇത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണോ പോകുന്നത്? ഇങ്ങോട്ട് തന്നെയാ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അത് ഒരു അഭിപ്രായ വ്യത്യാസമായി നിലനിൽക്കുന്നുണ്ടോ? അതെ, അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. ഒരു എന്തെങ്കിലും ഒരു ശകടയൊക്കെ തീർക്കത്തക്ക ഒരു അനുരഞ്ജന സംഭാഷണം നടക്കുന്നില്ലേ? അതൊക്കെ കുറെ തവണയൊക്കെ നടത്തിയിട്ടുണ്ട്. താങ്കളൊരു കേസ് കൊടുത്തോ അവരുടെ പേരിൽ? അതെനിക്ക് കൊടുക്കേണ്ടി വന്നു. എനിക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അല്ല, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റൂ? അല്ല, ഗാർഹിക പീഡനത്തിന്റെ അതിന്റെ വകുപ്പൊക്കെ സ്ട്രോങ് അല്ലേ? അതിന്റെ കേസാ കൊടുത്തെന്ന് പറഞ്ഞു. അതെ, അത് എന്താ വെച്ചാൽ അവര് ആ വീട് പൂട്ടിയിട്ടു. അപ്പൊ എനിക്ക് പിന്നെ അങ്ങോട്ട് കയറണമെങ്കിൽ അവരുടെ വീടാണോ? അവരുടെ പേരിലുള്ള വീടാണ്? അല്ല, എന്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള വീടാണ്. അത് പൂട്ടിയിട്ടു. അപ്പൊ എനിക്ക് അവരെങ്ങോട്ട് പോയി? അവർക്ക് വേറെ വീടുണ്ട്, തൊട്ടടുത്ത് വീടുണ്ട്. അവരവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ പിന്നെ ആ വീട് തുറന്നു കിട്ടാൻ ഭർത്താവ് ഇടപെട്ടില്ലേ? ഭർത്താവും അവരുടെ വശമായതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഭർത്താവിന് കാര്യം മനസ്സിലായോ? ഇല്ല, അദ്ദേഹം അത് മനസ്സിലാക്കാൻ ശ്രമിക്കണില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ പിന്നെ താങ്കൾ എവിടെ താമസിക്കും? അപ്പൊ ഇപ്പൊ എനിക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാനും കുട്ടികളും. വീട് തുറന്നു കിട്ടാൻ പറഞ്ഞോ? കോടതി ഉത്തരവ് കിട്ടി. അപ്പൊ അത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ട് കാണില്ലല്ലോ? ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അതെങ്ങനെയാവും പിന്നെ ഭർത്താവായിട്ടുള്ള പ്രശ്നം തീർക്കാൻ? അതെന്ത് ചെയ്യും എന്നുള്ളത് അറിയില്ല. നിങ്ങൾ ടോക്കിംഗ് ടൈംസിലാണോ? അല്ല അല്ല അല്ല. ഓ, സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ അത് എന്നാ ഇനി വരുന്നത്? ഇനി വിളിക്കാറില്ലേ പുള്ളിക്കാരൻ? ഇപ്പൊ വിളിക്കാറില്ല. താങ്കൾ വിളിക്കാറില്ലേ? ഞാൻ വിളിക്കാറില്ല. ഇല്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങ് നിക്കത്തല്ലേ? ഒരാള് വിളിച്ചങ്ങ് ക്രോസ് ചെയ്താൽ പ്രശ്നം തീർത്തില്ലേ? അദ്ദേഹം ഞാൻ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് അഭിമാന പ്രശ്നമായിട്ട് എടുത്തിട്ടുണ്ടോ? ഞാനോ? ഞാൻ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുത്തിരിക്കണം? ഇല്ല, അങ്ങനല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, താങ്കൾ ഒരിക്കലൂടെ ഫോൺ ചെയ്യുക. ചിലപ്പോൾ അദ്ദേഹം ഈ പ്രോഗ്രാമിലൂടെ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം കേട്ട് കാണുമല്ലോ. അപ്പൊ ഒരു നല്ല ദാമ്പത്യ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, താങ്കൾ ഈ ഭാര്യയുടെ ഫോൺ അറ്റൻഡ് ചെയ്യണം. പേടിപ്പിക്കല്ല, താങ്കൾ അറ്റൻഡ് ചെയ്യണം. കാര്യം ഇതൊക്കെ നമ്മൾ ജീവിച്ച് കുറെ കാലമല്ലേ ഉള്ളൂ ജീവിതം. അതായത് ജീവിതം ചെറിയൊരു പാലമാണ് കേട്ടോ. അപ്പൊ ആ ഒരു ചെറിയ സമയത്തിനാണ് നമ്മൾ തല്ലിയും പഴുത്തും അടിച്ചും പിരിഞ്ഞും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനം കണക്കൂസം തുറന്നു നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഒന്നും കാണിയില്ല, ഒരു സാധനവും കാണത്തില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ വിളിക്കാം. ഒന്നുകൂടെ വിളിച്ചാൽ പുള്ളിക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഇങ്ങനെ പല വീടുകളിലും ഇങ്ങനെ ഫോൺ വിളിക്കാതെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവർക്കൂടെ ഒരു മാതൃക ആയിക്കോട്ടെ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്താലോ? തീരുമാനം എടുക്കണം. 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്കാണോ 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്കാണോ താങ്കളുടെ യാത്ര? 20 ചോദ്യങ്ങളിലൂടെ 1 കോടി. 10 ചോദ്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് വരും. അല്ല, ഭയങ്കര രസമാണ്. അത്ര സ്പീഡ് വേണ്ട. ആകാശത്താ കളി, ഇവിടെ അല്ല കളി. നിലത്തുനിന്ന് നമുക്ക് മതിയല്ലേ? ആകാശത്തോട്ട് പോകണ്ട അല്ലേ? പേര് വെട്ടി വീഴ്ത്തണ്ട. ബൊട്ടാണിക്കൽ അല്ലേ? കുഞ്ഞിരാമന്റെ വെള്ളം കുടിക്കണോ? വേണം. കാര്യം അത് കുഞ്ഞുങ്ങളൊക്കെ കാണട്ടെ അല്ലേ? കുഞ്ഞിരാമൻ എങ്ങനെ വരുന്നു? അവനൊരു അരയന്നെ നടയാവന് കേട്ടോ. കുഞ്ഞിരാമ വെള്ളം കുടിക്കൂ. താങ്ക് യു സർ. ഈ വെള്ളം ഉള്ളിൽ ചെല്ലുന്നൂടെ ടെൻഷൻ എല്ലാം റിലീസ് ആവും. വേറെ ടെൻഷൻ ആവും. കുഞ്ഞിരാമ വീട്ടിൽ പോകൂ. ഇത് കാണുമ്പോ കുട്ടേട്ടന് വലിയ വിഷമോ? കാര്യം കുഞ്ഞിരാമന് വെള്ളം കൊണ്ടുപോകാം, കുഞ്ഞിരാമന് വലിയ സ്വാതന്ത്ര്യോ. കുട്ടേട്ടനെ നമ്മള് പൂട്ടിയിട്ടേക്ക. കുട്ടേട്ടന്റെ കയ്യിലിരിപ്പ് ശരിയല്ല, അതാണ് പ്രശ്നം. അന്ന് നടു ഒടിയും. ഒടിക്കണ്ടേ നമുക്ക്? റെഡി? ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 rupees. ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിക്കോളണം. വീട് വെക്കണ്ടേ? സ്വന്തമായിട്ട് വീട് വെച്ചാൽ രാത്രി കയറിയിരിക്കണ്ടേ? മോണിറ്റ ചോദ്യം ഇതാണ്. ഇംഗ്ലീഷ് അക്ഷരമാല പ്രകാരം ആദ്യം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ അസം, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ഒഡീഷ. അസം, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് പൂട്ടാമോ? പൂട്ടാം സർ. പൂട്ടി.
ആന്ധ്രാപ്രദേശ് ഉത്തരം പൂട്ടിയിട്ടുണ്ട്. അപ്പോ തെറ്റിപ്പോവോ എന്നെനിക്ക് സംശയം. എന്തുകൊണ്ട് ആന്ധ്രാപ്രദേശ്? അക്ഷരമാല പ്രകാരം അതൊക്കെ ശരിയാ. 2 A 3 A അല്ലേ തുടങ്ങുന്നത്? അതെ. ഡിക്ഷണറി വെച്ച് നോക്കുമ്പോ AN D അതാണ് വരുന്നത് അല്ലേ? മറ്റേത് എസും AS-ലാണ്, മറ്റേത് AR ആണ്, ഇത് AN ആണ്. അപ്പോ AN ആയിരിക്കും ശരി ആദ്യം വരുന്നത്. അപ്പൊ അങ്ങനെയാണ് താങ്കൾ അത് കണ്ടുപിടിച്ചത്. അപ്പൊ കണ്ടുപിടിച്ചത് തെറ്റായി പോയോ എന്ന് നമുക്ക് നിമിഷങ്ങൾക്കകം അറിയാം. ശരിയായിരിക്കുമോ? ശരിയായിരിക്കും. ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ആകാശവാണിയിൽ എന്തോ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് ഇന്റർവ്യൂ പോയി. ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയില്ലയോ? സ്റ്റാഫ് സെലക്ഷന്റെ എക്സാം ആയിരുന്നു. 2 ടയർ എക്സാം കഴിഞ്ഞു. 3rd ഇന്റർവ്യൂവിന് ബാംഗ്ലൂർ പോയി. അവിടുന്ന് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പോയോ? എന്താ നിലവിളിക്കാൻ കാര്യം? എന്താ അറിയില്ല, ചിലപ്പോ ഒരു പക്ഷെ എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു അത്, അതുകൊണ്ടായിരിക്കാം. അവർ ഏത് ചോദ്യം ചോദിച്ചു? ഏതെങ്കിലും രംഗം അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ടെൻഷൻ കയറി കരഞ്ഞാ? ഓക്കെ, അവിടെ ആഡ്മിറ്റ് ഇളക്കാൻ മാർഗമില്ലായിരുന്നല്ലോ? ഇല്ലായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോ? അതിനുമ്പേ കരഞ്ഞോ? കയറി അങ്ങോട്ട് ചെന്ന് നിന്ന് കരഞ്ഞു? അതാണോ? അതല്ല, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയി. എന്ത് ചോദ്യം അവര് ചോദിച്ചത്? പിന്നെ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു, ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മളെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ നമ്മളെ പേഴ്സണാലിറ്റി അല്ല, കരഞ്ഞു എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച പരിപാടി. എന്നിരുന്നാലും നമ്മളെ അവര് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ പറ്റൂ. അല്ല, ട്രാൻസ്മിഷൻ നോക്കുന്ന എക്സിക്യൂട്ടീവ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആള് ഡ്യൂട്ടി റൂം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് ഈ ആകാശവാണിയിൽ. അവിടെ ഇരിക്കുന്ന ആളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമോ എന്നുള്ള ഭയന്ന് അല്ലേ? അവർക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ വേണ്ടി വരും. താങ്കൾക്ക് എനർജി ഒക്കെ ഉണ്ട്. ഓക്കെ, യു ആർ ബോൾഡ്. അല്ലെങ്കിൽ ആ കേസ് കൊടുക്കാൻ പറ്റൂ. ഒരു അനീതി കണ്ടപ്പോ കേസ് കൊടുത്തില്ലേ? കേസ് കൊടുത്തു, കേസിൽ വിജയിച്ചു, ആ വീട്ടിനകത്ത് കയറി താമസിക്കുന്നു. അമ്മയെ ചെറിയ കാര്യമല്ല, അമ്മയ്ക്കും സന്തോഷമായി. അപ്പൊ അത് അവസാനം അങ്ങനെ പോയി. പിന്നെ കോളേജ് ലെക്ചർ ആവാൻ തീരുമാനിച്ചു. കോളേജ് ലെക്ചർ ആവാന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷെ ഇതിന് മുന്നത്തെ PSC അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. JRF ഞാൻ 2018 ക്വാളിഫൈ ചെയ്തത്. ഇനി വിളിക്കുമ്പോ എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. കിട്ടണം എന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നോക്കുന്നു. അനിയൻ പോസ്റ്റ്മാൻ ആണ്. അല്ല, അവൻ GDS-ലാണ് പോസ്റ്റ്മാൻ. അതെ അതെ, പോസ്റ്റ്മാൻ നമ്മള് കത്തൊക്കെ കൊണ്ടു കൊടുക്കണം. കത്തുകളെ കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, റെഡി. അപ്പൊ കല്യാണം എത്രാമത്തെ വയസ്സിൽ കഴിഞ്ഞു? അത് 21ാമത്തെ വയസ്സിൽ. എന്തുകൊണ്ടാ ഇത്രയും നേരത്തെ? സാറിന് പഠിക്കുന്ന കുട്ടികളെ കുറച്ചുകൂടെ കഴിഞ്ഞല്ലേ ഇപ്പൊ കിട്ടൂ? അത് അച്ഛന് ടെൻഷനായോ? അച്ഛന് ടെൻഷനില്ല, അമ്മയ്ക്ക് ടെൻഷനായി. അമ്മയ്ക്ക് ജാതകത്തിൽ ഭയങ്കര വിശ്വാസം. അമ്മ ഇപ്പോഴും വിശ്വാസമുണ്ടോ? പൊരുത്തം എത്ര ഉണ്ടായിരുന്നു? പൊരുത്തം അതെനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് കേസ് കൊടുക്കേണ്ടി വന്നു. അതെ അതെ. അപ്പൊ ഈ ജാതകവശാൽ 21ാമത്തെ വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കത്തില്ലെന്നല്ലോ ആയിരുന്നു. വൈകുന്നോ അങ്ങനെ എന്തോ ആണ്. നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. അന്ന് എനിക്ക് അന്നത്തെ വ്യക്തിയല്ല ഞാനിപ്പോ. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ ഇന്റർവ്യൂവിന് പോയതിനു ശേഷം അവിടെ കരഞ്ഞുപോലെ പിന്നെ എവിടെയെങ്കിലും കരഞ്ഞോ? കല്യാണ ദിവസമോ അതിന്റെ തലേന്നോ? കല്യാണത്തിന് കരഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ സാർ കല്യാണം മറ്റേ സമയത്തല്ലേ ഇറങ്ങി പോകുന്ന സമയത്ത്? അല്ല, അപ്പൊ ഒന്നും ഞാൻ കരഞ്ഞില്ല. രാവിലെ കരഞ്ഞു. കരയാൻ കാരണം അത് അറിയില്ല. കരച്ചില് വരും, കരയും. എങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കരയുന്ന സ്വഭാവക്കാരിയാണ്? അതെ അതെ, അതാണ് എന്റെ ഏറ്റവും എന്താ പറയാ, ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് അനാവശ്യമായി കരയുക എന്നുള്ളത്. അല്ല, അപ്പൊ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കുട്ടികൾ വല്ലതും കമന്റ് വല്ലതും പറഞ്ഞാൽ കുട്ടികളുടെ മുമ്പിൽ എനിക്ക് കരച്ചിൽ വരില്ല. ഇല്ല, പിന്നെ അധ്യാപകരുടെ മുമ്പിൽ കരച്ചിൽ വരുമോ? കൂടെയുള്ള ടീച്ചർമാര്? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിക്കൂടാന്നില്ലല്ലേ? ഓക്കെ. അപ്പൊ ഈ കരച്ചിൽ വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ, അതോ വെറുതെ അങ്ങ് നിർദോഷമായിട്ട് കരയൂ? അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൂടെ സൂക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എങ്കിൽ പോട്ടെ, നമുക്ക് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? അത് കേട്ടാ കരയത്തില്ലല്ലോ. ആ പൈസ കിട്ടിയ സന്തോഷമാവുമല്ലോ അല്ലേ? ഇപ്പൊ റിലാക്സ്ഡ് ആയല്ലോ? കുറച്ചുകൂടി റിലാക്സ് ആവാനുണ്ട്. കുറച്ചുകൂടെ ഉണ്ട്. അതിപ്പോ ആവും. ഈ 20,000 രൂപയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതും കിട്ടി കഴിയുമ്പോ ആ 20,000 രൂപയുടെ നോട്ടും ഒക്കെ ആലോചിക്കുമ്പോഴത്തേന് നമ്മള് റിലാക്സ്ഡ് ആവും. ഓക്കെ, മോണിറ്റർ. അപ്പൊ നമുക്കൊരു ദൃശ്യം കാണാം. ഇനിയാണ് ചോദ്യം. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്?
ഓപ്ഷൻ എ സിദ്ദിഖ്, ഓപ്ഷൻ ബി ലാൽ, ഓപ്ഷൻ സി സിദ്ദിഖ് ലാൽ, ഓപ്ഷൻ ഡി ശ്രീനിവാസൻ, ഓപ്ഷൻ ഇ ഷാഫി. ഡൗട്ടാണ് സർ. ആ ഡൗട്ടാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വേണ്ടി ഒരു പിടിവള്ളി വേണ്ടി വരും. പിടിവള്ളി വേണം. ആരുടെ പിടിവള്ളി? അനിയനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, സിനിമാ പ്രേമി ഞാൻ തോന്നുന്നു. അപ്പോ ഓസ്മാനെ എന്ന് പറയൂ. ഉത്തരം സിദ്ദിഖ് ലാൽ. സിദ്ദിഖ് ലാൽ വേണമെങ്കിൽ എടുത്താൽ മതി. ഒരു പിടിവള്ളി എടുക്കണോ? കുട്ടേട്ടന്റെ പിടിവള്ളി തീർന്നു പോകുന്നു മാത്രമേ ഉള്ളൂ പെട്ടെന്ന്. ഓക്കെ, എന്ത് വേണം? കുട്ടേട്ടന്റെ പിടിവള്ളി. കുട്ടേട്ടാ. അനില, 2 ഓപ്ഷൻസ് പറയാം, അതിൽ ഒന്ന് ശരി ഉത്തരമായിരിക്കും. എ സിദ്ദിഖ്, ഇ ഷാഫി. ഓപ്ഷൻ എ സിദ്ദിഖ്. സിദ്ദിഖ് കൂട്ടോ? കൂട്ടാം സർ. കൂട്ടി. ഓപ്ഷൻ എ സിദ്ദിഖ്. പേടിപ്പിച്ചാ കരയൂ? ചിലപ്പോ കരയൂ. എന്റെ അമ്മോ, ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ സിദ്ദിഖ് ശരിയാണ്. സിദ്ദിഖും ലാലും ചേർന്നായിരുന്നു ആ കൂട്ടുകെട്ട് പടം ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അവർ രണ്ട് വഴിക്കായി. ലാൽ നടനായി മാറി, സിദ്ദിഖ് സംവിധായകനായി മാറി. ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഈ ചിത്രമാണ് ഇപ്പോൾ കണ്ടത്. ആ ചിത്രം സംവിധാനം ചെയ്യുമ്പോഴേക്കും അദ്ദേഹം ഒറ്റയ്ക്കായി. Am I correct? അതെ അതെ. ആ കത്ത് അവിടെ എത്തിയിട്ടില്ല, ആ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടില്ല. കുട്ടേട്ടാ താങ്ക് യു. താങ്ക് യു അനില. ഇനിയും ഒരു തവണ കൂടി എനിക്ക് സഹായിക്കാൻ സാധിക്കും. ഒരു തവണ കൂടിയുണ്ട്. അപ്പോ ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞാ ജോലി കിട്ടിയത്? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട്. 10 കൊല്ലം കഴിഞ്ഞു അല്ലേ? ആദ്യം ട്രഷറിയില് ഞാൻ ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് കിട്ടി. അവിടെ പോയി ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്തു. അവിടെ കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്തോ? കുറച്ച് മാസം കുറച്ച് കൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ സ്കൂളിൽ ജോലി കിട്ടുന്നത്, ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോഴേക്കും നമ്മള് 10 വർഷം കഴിഞ്ഞു കല്യാണത്തിൽ. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ചില ആൾക്കാർ പറയും നമുക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ദാമ്പത്യ ബന്ധത്തിൽ നമുക്കൊരു കരുത്തുണ്ടാവും, ഒരു സുരക്ഷിതത്വം ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാകും എന്നൊക്കെ പറയും. അതിലെന്തെങ്കിലും കാര്യമുണ്ട്? കാര്യമുണ്ട്. വരുമാനം ഉണ്ടെങ്കിൽ സ്വഭാവം മാറ്റാൻ നോക്കൂ ആൾക്കാരുടെ. ഇല്ല, അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവിടെ നമ്മുടെ നിലനിൽപ്പിന് നമ്മുടേതായത് ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അവരുടെ സ്വഭാവം മാറ്റുക എന്നുള്ളതല്ല. എന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്റെ ഏർണിങ്സ് ആണെങ്കിൽ. ഞാൻ ചോദിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സൗകുമാര്യ ബന്ധത്തില് ഒരാൾക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് വരുമാനമുണ്ട്, ഒരാൾക്കില്ല എന്നുള്ള കാര്യം ദാമ്പത്യ ബന്ധത്തിൽ വലിയൊരു അഭിപ്രായ സംഘർഷത്തിന് കാരണമാവും. ഞാൻ അങ്ങനെ ഉത്തരം എങ്ങനെ പറയും? അത് മനസ്സിനെ വഞ്ചിക്കാതെ പറഞ്ഞാൽ മതി. അപ്പൊ ശരിയാവും. നമ്മൾ ഈ കള്ളത്തരം പറയാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അത് പറയണോ ഇത് പറയണോ എന്നൊക്കെ ഒരുപാട് ആലോചിക്കേണ്ടി വരും. അല്ല, സത്യസന്ധമാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ടല്ലോ, അത് സത്യം അതാണല്ലോ. താങ്കളുടെ കാര്യം വെച്ച് പറയണ നാട്ടുകാരുടെ കാര്യം വെച്ച് പറഞ്ഞാൽ മതി, അപ്പൊ എളുപ്പമുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ല, അല്ലെ താങ്കൾക്ക് ജോലി കിട്ടാൻ താമസിച്ചുകൊണ്ട് ദാമ്പത്യത്തിൽ എന്താ പ്രശ്നം ഉണ്ടായോ? ഇല്ലല്ലോ. ഇല്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. ഒന്നുമില്ല. എനിക്ക് ജോലി കിട്ടാൻ താമസിച്ചതുകൊണ്ടല്ല പ്രശ്നങ്ങളുള്ളത്. ഭർത്താവിനെ കുറിച്ചും അല്ല പ്രശ്നം, ഭർത്താവിന്റെ വീട്ടുകാർ അങ്ങനെ. അങ്ങനെയാണോ? അതാണ്. അപ്പൊ ഈ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ കുറിച്ച് അങ്ങ് അന്വേഷിച്ചായിരുന്നോ? അവളുടെ ക്ലാസ്മേറ്റ് കൊടുങ്ങല്ലൂരിൽ പഠിക്കുകയായിരുന്നു ഇവിടെ MSc. അപ്പൊ ഇവളുടെ ക്ലാസ്മേറ്റ് അടുത്തേക്ക് പഠിക്കുന്ന കുട്ടി ഇവരെ വീട്ടുകാരന്റെ അടുത്താണ്. അവര് പയ്യനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. കുടുംബത്തെ പറ്റി ഇവള് ചോദിച്ചതുമില്ല, അവള് പറഞ്ഞതുമില്ല. ഇവൾ അതന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചില്ല. ഓക്കെ, പിന്നീട് അന്വേഷിക്കാൻ ഒരു വിഷമായി പോയി അല്ലേ? അപ്പോഴേക്ക് പ്രശ്നങ്ങളായി. അല്ലെ, അങ്ങേക്കൊക്കെ ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അതിനപ്പുറം പോയി. ഒരു മീഡിയ സംസാരത്തിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ സംസാരിക്കാൻ കഴിയുന്ന വിധത്തിലല്ല ഇവരെ നേച്ചർ. അപ്പൊ അതിനപ്പുറം പോയി. അവരപ്പുറം. ഓക്കെ, അപ്പൊ മനസ്സിലായി. അച്ഛന്റെ ആ സങ്കടം എനിക്ക് മനസ്സിലായി. അപ്പൊ താങ്കൾക്ക് അത്ര ആത്മവിശ്വാസമായിരുന്നു അല്ലേ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കണ്ട എന്ന്? ഒരു രീതി പറഞ്ഞാൽ താങ്കൾ സെലക്ട് ചെയ്ത ആള് അങ്ങനെ പറയാം. ജോലി കിട്ടിയതിന് ശേഷം താങ്കൾക്ക് എന്ത് മാറ്റം ഉണ്ടായി? എനിക്ക് ആത്മവിശ്വാസം കൂടി. കരച്ചില് കുറഞ്ഞോ കൂടിയോ? കരച്ചില് കുറഞ്ഞു അല്ലേ? ഈ കുട്ടിക്കാലത്തൊക്കെ ഇയാൾ ഇങ്ങനെ കരച്ചിലിന്റെ ആളായിരുന്നോ? അങ്ങനെയൊന്നുമില്ലല്ലേ? അമ്മയ്ക്ക് എങ്ങനെ ഓർമ്മ? നല്ല ഉഷാറായിരുന്നു. ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഉഷാർ കുറവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉഷാർ കുറഞ്ഞില്ല. ഞങ്ങളുടെ ഹെൽപ്പുള്ളതുകൊണ്ട് അവൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പൊ കരുത്തൊന്നും കുറയ്ക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി 30,000 രൂപ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ പ്രശ്നം തീരും. 20 കിട്ടിയിട്ടുണ്ട്. 30,000. മോണിക്ക,
കേരളത്തിലെ ഏത് ജില്ലയിലാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി ആലപ്പുഴ, ഓപ്ഷൻ ഇ കൊല്ലം. സർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. ഉറപ്പാണോ? ഉറപ്പാണ്. കൂട്ടാമോ? കൂട്ടാം സർ. കൂട്ടായിട്ടോട് ചോദിക്കണ്ടല്ലോ. വേണ്ട. തിരുവനന്തപുരം പൂട്ടിയിരിക്കുന്നു. തുറക്കണ്ടേ ഇനിയിപ്പോ? തുറക്കാം. അവിടെ പോയിട്ടുണ്ടോ ഈ ക്ഷേത്രത്തില്? ആ, ക്ഷേത്രത്തിന്റെ മുൻപിൽ വരെ പോയിട്ടുണ്ട്. ഓ, മുമ്പിലൂടെ പോയി. എങ്കിൽ പിന്നെ തുറക്കാം. ഉത്തരം ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും റിച്ച് ദൈവമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലേ? അപ്പൊ 30,000 രൂപ കിട്ടി. ഇനിയിപ്പോ നമ്മൾ 40,000 രൂപയിലേക്ക് കടക്കുന്നു. അപ്പൊ ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന കാര്യം എന്താ? സന്തോഷം, എനിക്ക് JRF ക്വാളിഫൈ ചെയ്തതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയിട്ട്. അതാണ് സന്തോഷം. വേറെ പിന്നെ ജോലി കിട്ടിയത് സന്തോഷം തന്നെയാണ്. ഇനിയിപ്പോ സന്തോഷിക്കാൻ സാധ്യത ഇവിടുത്തെ 1 കോടിയാണ്. ഇവിടുന്ന് 1 കോടി കിട്ടാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കരുത്. ഇവിടെ ചില ആൾക്കാര് പതുങ്ങിയൊക്കെ വന്നിട്ട് ലക്ഷങ്ങൾ അടിച്ചോണ്ട് പോയി എന്റെ കണ്ണീര് കണ്ടിട്ട് പോയവരുണ്ട് കേട്ടോ. എന്നെ കണ്ണീരിലാക്കണമെന്ന് ആഗ്രഹമില്ലേ? വേണ്ട, എനിക്ക് ആരെയും കരയിപ്പിക്കാൻ ഇഷ്ടമല്ല. അതെങ്ങനെയാ ശരിയാവൂ? ആരെയും കരയിപ്പിക്കാതെ എങ്ങനെയാ രക്ഷപ്പെടുക? നിങ്ങൾ കരയും, മറ്റുള്ളവർ കരയരുത്. അത് എന്ത് ന്യായം? ഇതെന്ത് നീതി? പറയൂ സർക്കാരെ. ഇന്ന് പണ്ടാരോ പറഞ്ഞ പോലെ. ഇനി നമ്മൾ 40,000 രൂപയിലേക്ക് കടക്കുന്നു. മോണിറ്റർ ഇടയ്ക്ക് അനിലെ പോലീസ് പിടിച്ചായിരുന്നു. പോലീസ് പിടിച്ചു? പോലീസ് വണ്ടി ഓടിക്കുമ്പോ ഇടയ്ക്കൊക്കെ പിടിക്കാറുണ്ട്. സ്കൂട്ടറൊക്കെ ഇടയ്ക്ക് പിടിക്കോ? എന്താ കാര്യം? അല്ല, ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ പിടിക്കാറുണ്ട്. ഇൻഷുറൻസ് ഇല്ല അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു തവണ സ്ഥിരം പിടിക്കുമെന്ന് പറഞ്ഞു. അതിങ്ങനെ അപ്പൊ റോഡിൽ ഇറങ്ങി പാമ്പ് പിടിക്കുന്നു അതുപോലെ. പിന്നെ ഒരു തവണ ഞാന് ട്രഷറിയിലേക്ക് പോവായിരുന്നു. അന്ന് കാറ് ഡ്രൈവ് ചെയ്തിട്ടാ പോയോണ്ടിരുന്നത്. അപ്പൊ അന്ന് കല്ലടി കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു ഇറക്കാണ്, മണ്ണാർക്കാട്. അപ്പൊ അവിടെ എത്തുമ്പോ ഞാൻ എനിക്ക് ബസ് 8:35 അവിടേക്ക് എത്ത വേണം. ഞാനിവിടെ 8:25 കഴിഞ്ഞ സമയത്ത് പോണേ. അപ്പം കോവിഡിന്റെ ഈ സമയത്തായിരുന്നു. അപ്പൊ പോലീസ് കൈ കാണിച്ച് നിർത്തി. അപ്പൊ ഞാൻ സൈഡാക്കിയിട്ട് എന്റെ കഴുത്തിൽ ടാഗും ഉണ്ട്. അപ്പൊ ഞാനത് കാണിച്ചു കൊടുത്തു. അല്ല, അതുവരെയും പോലീസ് വന്നില്ല. കുറച്ച് സമയം 2-3 വണ്ടികളെ കൂടി അവര് സൈഡിലേക്ക് ആക്കിയതിന് ശേഷമാണ് എന്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോ അവർ അതിലേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, സോറി മാഡം, ഞങ്ങളൊരു ചെറിയ കുട്ടി കാർ ഓടിച്ച് പോവാണെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. ചെറിയ കുട്ടിയുടെ ലുക്കാണ് പുറത്ത്. അവർക്ക് അങ്ങനെ തോന്നി. ചിലപ്പം ഞാൻ കാറും കൊണ്ട് പോണ സ്റ്റൈല് കണ്ടപ്പോ കുട്ടി കാർ ഓടിക്കണം തോന്നിയതും ആവാം. അല്ല, കാർ അത്രയും ഇതില് പോണാണുമ്പോളേ കൺട്രോൾ ഇല്ലാതെ പോവാണെന്ന് തോന്നിയിട്ട് പിടിച്ചതാണ് അല്ലേ? ഇപ്പൊ കൺട്രോൾ അല്ലേ ഓടിക്കുന്നത്? കൺട്രോൾ വേണം വണ്ടിക്കും വേണം, നമുക്കും വേണം കുറച്ച് കൺട്രോൾ. അപ്പൊ 40,000 റുപ്പീസ്. ചോദ്യം ഇതാണ്: മഹാരാഷ്ട്രയുടെ തലസ്ഥാന നഗരം ഏതാണ്? ഓപ്ഷൻ എ താനെ, ഓപ്ഷൻ ബി നാഗ്പൂർ, ഓപ്ഷൻ സി നാസിക്, ഓപ്ഷൻ ഡി മുംബൈ, ഓപ്ഷൻ ഇ ബംഗളൂരു. സർ ഓപ്ഷൻ ഡി മുംബൈ. കൂട്ടാമോ? കൂട്ടാം സർ. ഉറപ്പായിരിക്കും അത്? കരേണ്ടി വരുമോ? കരേണ്ടി വരില്ല. ഓപ്ഷൻ ഡി മുംബൈ കൂട്ടി. ഇങ്ങനെയായിരിക്കും? ശരിയായിരിക്കും. PSC പരീക്ഷയ്ക്കൊക്കെ പഠിച്ചോ ഇത്? പഠിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര മുംബൈ പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഉത്തരം ശരിയാണ്. പറയൂ കുട്ടേട്ടാ. അനിലയുടെ വീട്ടിൽ ആരെങ്കിലും ചോറിന്റെ കൂടെ സാമ്പ്രാണിപ്പൊടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ മെമ്മറിയിൽ അങ്ങനെ ഒരു കഥ എഴുതി വെച്ചിരിക്കുന്നു. അതാരാ അത്? സാമ്പ്രാണി അനിയനാണോ? അല്ല, അച്ഛനോ? സാമ്പ്രാണിപ്പൊടി ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുമോ അങ്ങ്? അത് സാമ്പാർ പൊടിയാണോ സാമ്പ്രാണി പൊടി? അല്ല, സാമ്പ്രാണിപ്പൊടി. എനിക്ക് എരി നല്ല വേണം. അപ്പൊ ഭാര്യ കുട്ടികൾക്ക് എരിവ് പാടില്ല. അപ്പൊ ഭാര്യ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരത്തെ കറിയിൽ ഞാനത് കുറച്ച് ഇടും. കുരുമുളക് പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ ചോറ് വിളമ്പി കൊടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവിടെ ഇരിക്കണ അളക്ക് തുറന്നു നോക്കുമ്പോ എനിക്കത് കണ്ണട വെച്ചായിരുന്നില്ല, കുരുമുളക് പൊടിയാണ് തോന്നുന്നു. ഞാനതെടുത്ത് ഒരു 2-3 വായ കഴിച്ചപ്പോഴാണ് എരി വരുന്നില്ല. സാമ്പ്രാണിയുടെ മണം ഉണ്ട് താനും. എന്തോ ഒരു മണം ഉണ്ടായിരുന്നു. സാമ്പ്രാണിനെ അപ്പൊ തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തോന്നിയതിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടോ തോന്നി. പക്ഷെ ഭക്ഷണമൊക്കെ മുഴുവൻ കഴിച്ചു. പക്ഷെ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എരി ഉണ്ടായില്ലേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സാമ്പ്രാണി ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് അച്ഛൻ കണ്ടുപിടിച്ചു അല്ലേ? നന്നായി. ഈ മകൾ അങ്ങനെയുള്ള കണ്ടുപിടുത്തൊന്നും നടത്തിയിട്ടില്ലല്ലോ? ഞാനില്ല. ഇല്ല. അപ്പൊ ഇനിയിപ്പോ കരച്ചിലൊക്കെ പോയല്ലോ. അപ്പൊ ഇനി നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലാണ് കിടക്കുന്നത്. 50,000 ലെവൽ വേറെയാണ്.
കുട്ടേട്ടാ ലെവൽ 2. അപ്പൊ നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ. അനില ഏതൊക്കെ വണ്ടി ഓടിക്കും? കാറ് ഡ്രൈവ് ചെയ്യും, ആ സ്കൂട്ടർ ഓടിക്കും, ആ ബൈക്കും. സൈക്കിൾ ഓടിക്കും. ബൈക്ക് ഓടിച്ചു തുടങ്ങിയോ? ആ ഓടിക്കാറുണ്ട്. ഉണ്ടോ? ഇഷ്ടപ്പെട്ട വാഹനം ഏതാ? ബുള്ളറ്റ് ആണോ? ബുള്ളറ്റ് അല്ല, ജാവ. ബുള്ളറ്റില് ജാവ. ജാവ. അത് എങ്ങനെയാ ഈ ബുള്ളറ്റിനോട് ഒരു ഭ്രമം വരാൻ കാര്യം? അത് ഞാന് വണ്ടി കണ്ടാ കരയുന്ന ആളാണോ? ഇല്ല, വണ്ടി കണ്ടാ കരയില്ല. ഇല്ല, അനാവശ്യമായിട്ടേ കരയുള്ളൂ. ആവശ്യത്തിനൊന്നും കരഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. അത് കോഴിക്കോട് ഞങ്ങള് പോയപ്പോ ഫാമിലി ട്രിപ്പ് പോയപ്പോ അവിടെ ഒരു ലേഡി ഇങ്ങനെ ബുള്ളറ്റില് വരുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു എന്താ പറയാ, എനിക്കും ഓടിച്ചു നോക്കണം എന്നൊരാഗ്രഹം. കസിൻ ഉണ്ട്, അങ്കിളുടെ മോൻ, അവനാണ് അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. അവന്റെ ബുള്ളറ്റിൽ പറന്നു പോകാൻ പറ്റും? ഇല്ല, ബുള്ളറ്റ് ഞാൻ ഇതുവരെ ഓടിച്ചു. നമുക്കൊരു കാര്യം, അടുത്ത തവണ അദ്ദേഹം നെടുമ്പാശ്ശേരി വരുമ്പോ ബൈക്കിൽ പോയി പിക്ക് ചെയ്താലോ? അദ്ദേഹത്തിന് ഇഷ്ടമാണോ? അദ്ദേഹത്തിന് അത് ഇഷ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, അദ്ദേഹത്തിന് വാഹനം ഓടിക്കുന്ന ഇഷ്ടമാണോ? വാഹനം ഓടിക്കാൻ ഇഷ്ടമാണ്. ഡ്രൈവിംഗ് അല്ലെ താങ്കൾ ഓടിക്കുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ എന്നെ ഇത് കൊടുത്തതൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം. നിങ്ങളെ വലിയ സ്നേഹമല്ലേ? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. അത് മതി, അതിൽ മുന്നോട്ട് പോയാൽ മതി. അപ്പൊ ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000 ബ്രിട്ടനിലെ നാണയം ഏതാണ്? കറൻസിയാണ് ചോദ്യം. ഓപ്ഷൻ എ ഡോളർ, ഓപ്ഷൻ ബി യൂറോ, ഓപ്ഷൻ സി ലിറ, ഓപ്ഷൻ ഡി പൗണ്ട്, ഓപ്ഷൻ ഇ ദിനാർ. ഓപ്ഷൻ ഡി പൗണ്ട്. പൗണ്ട് ആയിരിക്കോ? പഠിച്ചതൊക്കെ ഓർമ്മ വന്നോ ഇപ്പോ? കൂട്ടാം സാർ. കൂട്ടാമോ? ഓപ്ഷൻ ഡി പൗണ്ട്. ബ്രിട്ടീഷ് കറൻസി പൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി പൗണ്ട് പൂട്ടിയിരിക്കുന്നു. തുറക്കട്ടോ? ടെൻഷൻ ആവോ? ഇല്ല, തുറക്കാം. അവിടോട്ടൊന്ന് പിടിച്ചോളൂ. ഉറപ്പിച്ച് പിടിച്ചോണം. ഷോക്ക് ആവുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നു. കരയരുത്. ആവശ്യത്തിന് കരയത്തില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഉത്തരം ശരിയാണ്. ഏത് മകനാ അനിലയുടെ കണ്ണിലൂടെ ചോറിനാൻ ശ്രമിച്ച മകൻ? എന്റെ കണ്ണിലൂടെ അല്ല, അവന്റെ കണ്ണിൽ കൂടി. ഏത് മോനായിരുന്നു? ചെറിയ മോൻ അരിഹന്ത്. അരിഹന്തിനാണ് അത് തോന്നിയത്? അരിഹന്തേ. അരിഹന്തിന് എന്താ അങ്ങനെ തോന്നൽ വരാൻ കാര്യം? കണ്ണിലൂടെ ചോറ് കഴിക്കാന്ന്. അവനെ ഞാനൊരു ദിവസം പാല് വാങ്ങിച്ചു വരുമ്പോ ഇവര് വീട്ടില് നല്ല ബഹളാണ്, കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇവരെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ പോണത്. അപ്പൊ തിരിച്ചു വരുമ്പോ അവൻ കരയുന്നുണ്ട്, മറ്റവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചോദിച്ചപ്പോ അവൻ കണ്ണിൽ കൂടി ചോറുണ്ടെന്നാണ് പറഞ്ഞു. അതായത് നമ്മള് വായ തുറക്കും അടയ്ക്കും ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത്, അതേപോലെയാണല്ലോ കണ്ണും. എന്താണ് അവന്റെ എക്സ്പ്രഷൻ, അതേപോലെ അങ്ങനെ അവൻ കഴിച്ചു നോക്കിയതാണ്, കണ്ണിൽ കൂടി കഴിക്കാൻ. അപ്പൊ അവൻ ടേസ്റ്റ് ഒക്കെ കണ്ണിൽ കൂടി ടേസ്റ്റ് അറിഞ്ഞു. നന്നായി അല്ലേ? അമ്മയുടെ കരച്ചിൽ അവൻ ഉൾക്കൊണ്ടു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 60,000 രൂപയുടെ ചോദ്യം. 60,000. മോണിറ്റർ. ഏത് രാഷ്ട്രത്തലവനെ ബഡാഭായി എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിലാണ് കോൺഗ്രസ് നേതാവ് നവജോത് സിദ്ധു വിവാദത്തിലായത്? ഓപ്ഷൻ എ കിങ് ജോങ് ഉൻ, ഓപ്ഷൻ ബി ജോ ബൈഡൻ, ഓപ്ഷൻ സി വ്ളാദിമിർ പുടിൻ, ഓപ്ഷൻ ഡി ഇമ്രാൻ ഖാൻ, ഓപ്ഷൻ ഡി ഹമീദ് കർസായ്. ബഡാഭായി വലിയേട്ടാന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. നവജോത് സിദ്ധു ആണ് വിവാദത്തിൽപ്പെട്ടത്. അടുത്ത ദിവസമോ സംഭവം? പത്രത്തിൽ വായിച്ചായിരുന്നു? കേട്ട ഓർമ്മയുണ്ട്, പക്ഷെ എനിക്കത്. പിടിവള്ളി വേണോ? വേണം. ഓക്കെ, കുട്ടേട്ടാ പിടിവള്ളി. അനില PS അവസാനത്തെ പിടിവള്ളി. 2 ഓപ്ഷൻസ്, അതിൽ 1 ശരി ഉത്തരം. എ കിങ് ജോങ് ഉൻ, ഡി ഇമ്രാൻ ഖാൻ. ഓപ്ഷൻ ഡി ഇമ്രാൻ ഖാൻ. കൂട്ടാമോ? അത് കൂട്ടാം സർ. ഉറപ്പിക്കാം? ഉറപ്പിക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. പിന്നെ മാറ്റുവോ? ഇല്ല. ഓപ്ഷൻ ഡി പൂട്ടിയിരിക്കുന്നു, ഇമ്രാൻ ഖാൻ. നമ്മൾ പൂട്ടി, നമ്മൾ തുറക്കുന്നു, ഇമ്രാൻ ഖാൻ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ഞാൻ പറയും. ഉത്തരം ശരിയാണ്. ഇവര് രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കാരായിരുന്നു. അതുകൊണ്ടാണ്, ഒരേ ഫീൽഡിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവര് ബഡാഭായി എന്ന് വിളിച്ചത്. അപ്പൊ ഇനിയിപ്പോ 60,000 രൂപയും കിട്ടി, പിടിവള്ളിയും പോയി.
ഇനി ഒരു സംഭവമേ ഉള്ളൂ. മനീഷ, ഇപ്പൊ കല്യാണം കഴിക്കാത്ത ഒരാൾ ഒരു ചോദ്യം ചോദിക്കുക. ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണോ, ജോലി കിട്ടാതെ കല്യാണം കഴിക്കണോ? ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാം. അതാ ബെറ്റർ. അതെ. എന്തുകൊണ്ടാ അത്? ഞാനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. കല്യാണം കഴിച്ചു കഴിയുമ്പോ അതിന്റേതായ ലിമിറ്റേഷൻസ് വരും. ഒരുപാട് പേരുടെ അനുവാദം വേണ്ടി വരും. അനുവാദം വേണ്ടി വരാം. പിന്നെ ബാക്കി ഉത്തരവാദിത്തങ്ങൾ വരുമ്പോ നമുക്ക് നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കംപ്ലീറ്റ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കണം എന്നില്ല. അപ്പൊ അതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. നമ്മളെ ലക്ഷ്യം എത്തിക്കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. 21 വയസ്സിനുള്ള കല്യാണ പ്രായം മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു 30? എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നത് എപ്പോഴാണോ അപ്പൊ കഴിക്കാം എന്നുള്ളതാണ്. 15 വയസ്സുള്ളത് കുട്ടിക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയില്ല. സ്വന്തമായി ഫാമിലി നിയമം 21 ആയാലും കുഴപ്പമില്ല. പക്ഷെ കല്യാണം കഴിക്കുമ്പോ കല്യാണം കഴിക്കാന്ന് പറയണത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ലേ. എനിക്ക് കല്യാണം കഴിക്കാനായി എന്ന് എനിക്ക് തോന്നുമ്പോ മാത്രം കല്യാണം കഴിക്കുന്നതാണ് ഉചിതം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ജാതകത്തിന്റെ അവസ്ഥയോ? ജാതകം മറ്റ് സാമൂഹിക അവസ്ഥകളെയൊന്നും അതിൽ കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാതകം നോക്കണം നിർബന്ധമില്ല. അനിയന്റെ ജാതകം നോക്കി? അനിയൻ കെട്ടിയോ? അവൻ കല്യാണം കഴിച്ചു. എന്നിട്ട് അവന്റെ ജാതകം വല്ലതും നോക്കിയോ? ഇല്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ മകളുടെ കല്യാണത്തിന് ജാതകം നോക്കി, മകന്റെ കല്യാണത്തിന് ജാതകം നോക്കിയില്ല. ഞങ്ങളുടെ കല്യാണവും ജാതകം നോക്കിയിട്ടില്ല സാർ. നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും കുഴപ്പമില്ല പോകുന്നു അല്ലേ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങള് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ അന്ന് ആരെങ്കിലും വീട്ടിൽ നിർബന്ധം പിടിച്ചോ ജാതകം നോക്കണമെന്ന്? അത് വെച്ചാ അവളുടെ ജാതകം എഴുതിയ സമയത്ത് ഇങ്ങനെ 20രുടെ ഉള്ളിൽ എൻഗേജ്മെന്റ് നടത്തണം, അതല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവും എന്നൊക്കെ പറയുമ്പോ നമ്മള് പേടിച്ചുപോയി. അപ്പൊ അതുകൊണ്ടങ്ങ് നടത്തി. ഞാൻ അന്ന് ചിന്തിച്ചത് ഒരു 28ഉം 30ഉം ഒക്കെ ആയ ഒരു സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു പ്രപ്പോസലൊക്കെ വരുമ്പോ ഞങ്ങള് തമ്മില് ഒരു 12 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മള് വിചാരിക്ക മകൾക്കൊരു കല്യാണോ കാര്യങ്ങളൊക്കെ വരുമ്പോ അത് സ്വന്തം അച്ഛൻ പോയി അന്വേഷിച്ച് പിടിച്ചു വരുമ്പോ സമയമെടുക്കും. അല്ല, അതാണല്ലോ സുരക്ഷിതത്വം. അപ്പൊ ഏജ് കൂടുന്ന് പറയുമ്പോ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ കാര്യമില്ല. ഓക്കെ. അപ്പൊ അമ്മയുടെ ക്ലിയർ വിഷൻ അതായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ ഉള്ള ഒരു രീതിയാണത്. ജാതകത്തിൽ പറയുന്നത് അനുസരിച്ച് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഇത്ര സമയത്തിനുള്ളിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് അലിഖിത നിയമങ്ങളായിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്വന്തം പിള്ളേരെ കെട്ടിക്കേണ്ടി വരുമ്പോ എന്തെങ്കിലും തീരുമാനം അവർക്ക് അവരുടേതായ താല്പര്യത്തിൽ എടുക്കാം. അപ്പൊ നമുക്കിനി ആ ഒരു നല്ല ഒരു ആശയത്തോടെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. നമുക്കിനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 70,000. മോണിക്ക, ഒരു ദൃശ്യം കാണാം, അങ്ങോട്ട് നോക്കിക്കോളൂ. നോക്കിക്കഴിഞ്ഞല്ലോ. ഇനിയാണ് ചോദ്യം. ഏതാണ് ഈ ഭൂഖണ്ഡം? ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഇ അന്റാർട്ടിക്ക. ഓപ്ഷൻ ബി ആഫ്രിക്ക. കൂട്ടാമോ? ഒന്നുകൂടെ നോക്കട്ടെ. നോക്കിക്കോളൂ. താങ്കൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. എനിക്ക് പേടിയാ. എന്താണെന്നറിയോ എനിക്ക് പേടി? കരയോ? ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞാൽ മതി, ഇത്ര ശരിയായിരിക്കും. സർ, ഓപ്ഷൻ ബി ആഫ്രിക്ക. ആഫ്രിക്ക പൂട്ടാമല്ലോ. ആഫ്രിക്ക പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ബി ആഫ്രിക്ക എന്ന് പറഞ്ഞു. അത് ശരി ഉത്തരമായിരിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഒരു പൊട്ടിക്കരച്ചിൽ കേൾക്കാം. ഇതിനൊന്നും കരയത്തില്ലല്ലേ? ആവശ്യമുള്ള ഒന്നിനും കരയുമെന്ന് വിചാരിക്കണ്ട. ഓപ്ഷൻ ബി ആഫ്രിക്ക. അപ്പൊ ഇതിനിപ്പോ കരയേണ്ടി വരത്തില്ല. ഉത്തരം ശരിയാണ്. 70,000 രൂപ കിട്ടി. ഏതൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്ന പറഞ്ഞത്? LDC 3 തവണ ലിസ്റ്റിൽ വന്നു. പിന്നെ കമ്പനി കോർപ്പറേഷൻ ആദ്യത്തെ ഒരു 5 മാസം കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്തത്. അപ്പൊ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളല്ലേ? ചെറിയ കുട്ടികളാണ്. അപ്പൊ അവരെ ഞാൻ എന്റെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമ്മ നോക്കും. അമ്മയ്ക്ക് ഓഫീസിൽ പോവേണ്ട സമയത്ത് ഞാൻ BEd ഒക്കെ ചെയ്യുമ്പോ എന്റെ വലിയ മോനെ ചെറിയമ്മയുടെ വീട്ടില്. ഏതൊക്കെ ഡിഗ്രി എടുത്തു? BEd എടുത്തു. MSc ബോട്ടണി, BEd. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ PhD ചെയ്തോണ്ടിരിക്കും. അപ്പൊ PhD എടുക്കുവോ? PhD എടുക്കണം. അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഡോക്ടർ റിസർച്ച് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. നിർത്തിയോ? അല്ല, ഇപ്പൊ ജോലി ആയതുകൊണ്ട്. അപ്പൊ ആകാശവാണി അങ്ങനെ ഇടയ്ക്ക് വിളിച്ചാലോ? ആകാശവാണിയിൽ വിളിക്കാനുള്ള സാധ്യത ഇല്ല. അല്ല, അവിടെ ന്യൂസ് റീഡർ ആവാനുള്ള സാധ്യത വന്നാലോ? എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം.
80,000 രൂപയുടെ ചോദ്യം. 80,000. മോണിറ്റർ. ചോദ്യം ഇതാണ്. ദൃശ്യം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ജോണിക്കുട്ടി, ഓപ്ഷൻ ബി രാമൻകുട്ടി, ഓപ്ഷൻ സി കൃഷ്ണൻകുട്ടി, ഓപ്ഷൻ ഡി പൂക്കുട്ടി, ഓപ്ഷൻ ഡി ജോർജ് കുട്ടി. ഓപ്ഷൻ ഇ ജോർജ് കുട്ടി. ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി. ജോർജ് കുട്ടി അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ഇ ജോർജ് കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോണിക്കുട്ടി അല്ല. ജോണിക്കുട്ടി അല്ല. വേറെ കുട്ടിമാരൊന്നും അല്ല. അല്ല, ജോർജ് കുട്ടി. ജോർജ് കുട്ടിയിൽ ഉറക്കിയ ജോർജ്. ദൃശ്യം കണ്ടോ? ദൃശ്യം 1 കണ്ടിട്ടുണ്ട്. ദൃശ്യം 2 കണ്ടോ? ദൃശ്യം 2 കണ്ടിട്ടില്ല. പേര് വല്ലതും മാറി കാണൂ ഇനി? ഇല്ല, അതേ ആൾ തന്നെ ആയിരിക്കുമല്ലോ കഥാപാത്രം. കൊലക്കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോ പേര് മാറ്റിക്കൂടുന്നുണ്ടോ? ഇല്ല, സാധ്യതയില്ല. ഇല്ല. അപ്പൊ ഓപ്ഷൻ ഇ തന്നെ പൂട്ടാം. പൂട്ടാം സർ. അപ്പൊ പൂട്ടിയിരിക്കുന്നു. മോഹൻലാലിന്റെ കഥാപാത്രം ജോർജ് കുട്ടി എന്നാണ് താങ്കൾ പറഞ്ഞു. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. സിനിമയൊക്കെ കാണൂ താങ്കൾ? സിനിമ അങ്ങനെ അധികം കാണാറില്ല. അവസാനം കണ്ട സിനിമ ഏതാ? ഹോം കണ്ടിട്ടുണ്ടായിരുന്നു. ഹോമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും വഴി ഹോമിലുണ്ടോന്ന് അറിയാൻ വേണ്ടി? അതല്ല, എനിക്ക് ഇന്ദ്രൻസിന്റെ അഭിനയം ഇഷ്ടമാണ്. അപ്പൊ നല്ല സിനിമയാണെന്നുള്ള റിവ്യൂസ് ഒക്കെ വായിച്ചപ്പോ കണ്ടതാണ്. ആളുകൾ പറയുന്നത് ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്ന പെൺകുട്ടി പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകത്തില്ല. ഒരുപാട് പിടിവാശിയും പിന്നെ ഈ ഭർത്താവിനെ അവരുടെ ബേസിക് ഒരു കുടുംബ സ്ട്രക്ചറിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമവും ഒക്കെ നടത്തും. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്ന് ചെല്ല് പറയാറുണ്ട്. സ്വന്തം അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അടർത്തി മാറ്റാൻ എന്തെങ്കിലും ശ്രമം നടത്തിയോ? ഇല്ല, ഞാൻ അടർത്തി മാറ്റാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. ഞാൻ അതൊട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഫോൾട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കാണിക്കേണ്ടുന്ന ആ പോസസീവ്നെസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് എന്നെ എന്റെ വീട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവരുണ്ടായിരുന്നു. അനില അടങ്ങി ഒതുങ്ങി കഴിയണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അങ്ങനെ തന്നെ അവര് അനിലയുടെ സ്വാതന്ത്ര്യത്തിൽ അവർ കൈയടത്തിയില്ലല്ലോ. സ്വാതന്ത്ര്യം ആകെ ചായ ഇട്ട് മേശപ്പുറത്ത് വെച്ചിരുന്നല്ലേ ഉള്ളൂ. ആ ചായ അടുക്കളയിൽ പോയി നിനക്ക് ഇട്ട് കുടിച്ചൂടെ എന്നൊരു അമ്മായിമ്മ ചോദിച്ചാൽ? അല്ല, അങ്ങനെയല്ല സാർ. അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയില് ഈ അമ്മയും അച്ഛനും ഒക്കെ താങ്കളുടെ സ്വന്തം അച്ഛനും അമ്മയും അനിയനും ഒക്കെ വീട്ടിൽ വരാറില്ലേ? വരാറുണ്ട്. അവര് വരുമ്പോ എങ്ങനെയാ? ഇവരൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറില്ലേ? കുഴപ്പമില്ല. പക്ഷെ അവർക്ക് എപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നതെന്ന് അവർക്ക് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണ്? ഇവര് വല്ലതും ചൊറിയൂ? ഇല്ല, എന്താ കാരണം എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. ഇതിൽ ആരാ പൊസസീവ്? അമ്മായി വേണോ മരുമകളാണോ? ഉള്ള കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഒരു വഴി ഇപ്പൊ ഞാൻ പറഞ്ഞു. ഞാൻ പൊസസീവ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിചാരിച്ചാ കാണിക്കാൻ പറ്റുമോ? അതും പൊട്ടൻഷ്യൽ ഉണ്ടോ? പൊട്ടൻഷ്യൽ എന്റെ അച്ഛനോടും അമ്മയോടും ഉള്ള അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ അച്ഛനോടും അമ്മയോടും ഉണ്ടാവുക. അങ്ങനെ കരുതിയാ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞാൻ അങ്ങനെ കരുതിയത് കൊണ്ടാണ്. പക്ഷെ അവരത് അങ്ങനെ കരുതിയില്ല. കുട്ടികളോടൊക്കെ അവർക്ക് സ്നേഹമല്ലേ? അവർക്ക് സ്നേഹമായിരിക്കും. അവരവിടെ നിൽക്കുമ്പോ അവര് ശ്രദ്ധിക്കാറുണ്ട്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല അല്ലേ? സ്നേഹമായിരിക്കും അങ്ങനെയല്ല, എവിടെയോ ഒരു ചെറിയ പശപ്പശ കൊണ്ട്. ഓക്കെ, അത് റിമൂവ് ചെയ്യണം. നമ്മൾ ഈ ഫ്ലവേഴ്സ് 1 കോടി സംപ്രേഷണം ചെയ്ത് കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതമൊക്കെ സുഭിക്ഷമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ 1 കോടി എന്ന് പറഞ്ഞ ആൾക്കാരെ കോടി പതപ്പിക്കാൻ വേണ്ടിയല്ല, 1 കോടി രൂപ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ സന്തോഷം പകരുക സമൂഹത്തിന്. അതാണ് നമ്മുടെ ഐഡിയ. റെഡിയല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അനില, നമ്മൾ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 1 lakh, 1 ലക്ഷം. അപ്പൊ കുട്ടേട്ടന് ഇവിടെ ചെറിയൊരു റോളുണ്ട്. ലെവൽ 3. ബോട്ടണി ക്ലാസ് ഇന്നപ്പോ ആലോചിച്ചായിരുന്നു ഇങ്ങനെ പൊങ്ങുമെന്ന്? ഇല്ലല്ലേ? ഓക്കെ, വീട്ടിൽ നിന്ന് കാണുന്നുണ്ടോ ഫ്ലവേഴ്സ് 1 കോടി? ഞാൻ വീട്ടിലുള്ളപ്പോ കാണാറുണ്ട്. അച്ഛനും അമ്മയും കുട്ടികളും സ്ഥിരം പ്രേക്ഷകരാണ്. ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ? അതൊക്കെ പറഞ്ഞാൽ മതി. ബാക്കിൽ നിൽക്കുന്ന ആള് കേൾക്കരുത്. ഈ കുട്ടേട്ടൻ സ്കൂളിലൊക്കെ പോപ്പുലർ ആണോ? ഞാൻ ഇനി പോകുമ്പോ ചോദിച്ചു നോക്കാം എന്നൊക്കെ പല്ലും പറഞ്ഞു. ഇതിന്റെ ഒരു അഹങ്കാരം പുള്ളിക്ക് വന്നിട്ടുണ്ട്. കുട്ടേട്ടാ, ഞങ്ങളെ ഈ അവിടെ ഈ പ്രൈവറ്റ് ബസ് സമരം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക്, അതിനെ കുറിച്ച് ചോദിക്കായിരുന്നു. അതെ അതെ അതെ, കുട്ടേട്ടൻ എല്ലാം കുട്ടേട്ടന്റെ പ്രശ്നം എന്താ? കുട്ടേട്ടന് യന്ത്രം ആയതുകൊണ്ട് കളിപ്പിക്കാൻ പറ്റത്തില്ല. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 1 lakh. മോണിറ്റർ. ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ്. എന്തിന്റെ ശാസ്ത്രനാമമാണ് ഒറൈസ സറ്റൈവ? ഓപ്ഷൻ എ കരിമ്പ്, ഓപ്ഷൻ ബി ചെമ്പരത്തി, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി മയിൽ, ഓപ്ഷൻ ഡി കോതം. സർ, ഓപ്ഷൻ സി നെല്ല്. ഒറൈസ സറ്റൈവ എന്ന് പറയുന്ന നെല്ലാണോ? അതെ സർ, ഒറൈസ സറ്റൈവ. കൂട്ടാം സർ.
കൂട്ടാം. ഇത് ക്ലാസ്സിൽ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ട്? ഞങ്ങള് +1 മുതൽ പഠിച്ചു തുടങ്ങണത് തന്നെ ഒറൈസ സറ്റൈവയുടെ പേരിലാണ്. ഓ, ഒറൈസ സറ്റൈവ +1 ഉണ്ടല്ലേ. ഓപ്ഷൻ സി കൂട്ടിയിരിക്കുന്നു. അപ്പൊ 1,00,000 രൂപ കിടച്ചു. താങ്ക് യു. ഉത്തരം ശരിയാണ്. താങ്ക് യു. ഒറൈസ സറ്റൈവ നമ്മളെ രക്ഷപ്പെടുത്തി. ഇനിയിപ്പോ ജീവിതത്തിലുള്ള പ്ലാനൊക്കെ എങ്ങനെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. പോകുന്ന വഴിക്ക് പോട്ടെ. അങ്ങനെയല്ല, ഇപ്പൊ ജോലിയായി. അനിലക്കൊരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് പരിചയമില്ലാത്ത ഒരു ഫാമിലി ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നു. ആരാണ്? ഏത് ഫാമിലിയാണത്? അത് ഞാന് വലിയ മോനെ ഒരു വയസ്സുള്ള സമയത്ത് ഞാൻ പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ എക്സാം എഴുതാൻ പോയി. തിരുവനന്തപുരത്താണ് പോയത്. നമ്മള് വൈകിട്ട് അമൃതയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പുലർച്ചെ എത്തുള്ളൂ. അപ്പൊ അന്ന് എക്സാം ടൈം 8 മണിക്കാ രാവിലെ. പക്ഷെ റിപ്പോർട്ടിംഗ് ടൈം 7:30 ആയിരുന്നു. വർക്കലയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള ഏതൊരു സ്ഥലമാണ്, എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ അവനും വിശക്കണുണ്ട്, ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയത്തിനിടയ്ക്ക് ഇവിടെ എത്തണല്ലോ, സ്കൂളിൽ എത്തണല്ലോ, വഴിയും കൃത്യമായിട്ട് അറിയില്ല. ബസ്സിൽ എന്റെ അടുത്തുണ്ടായിരുന്നത് ആ സ്കൂളിലെ ടീച്ചറാണ്, എക്സാം ഡ്യൂട്ടിക്ക് വന്ന ടീച്ചറാണ്. അപ്പൊ അവര് ചോദിച്ചു എവിടെന്നാ വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ അവൻ കരയുന്നുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചോന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ട്രെയിൻ ഇറങ്ങി നേരെ ബസ്സിന് കിട്ടിയപ്പോ അങ്ങനെ പോന്നതാണ് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് കഴിച്ചോളാൻ പറഞ്ഞു. ഇനി എക്സാം അല്ലേ, അതിനുള്ളിൽ കയറണല്ലോ. അങ്ങനെ ഇല്ല, അവര് കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യണ സമയമാണ്. അപ്പൊ എനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് സ്കൂളിനോട് ചേർന്നൊരു വീടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെയുള്ള ആ വീട്ടിലെ ഒരു ലേഡി പുറത്തിറങ്ങിയപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ മോന് ഫീഡ് ചെയ്തോട്ടെ ഇവിടെ ഇരുന്നിട്ട് ചോദിച്ചു. അപ്പൊ അവര് ഉള്ളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവന് ഫീഡ് ചെയ്യുകയും ചെയ്തു, ഫുഡ് കഴിക്കുകയും ചെയ്തു. പിന്നെ അവനെ അവിടെ ഇരുത്തിയിട്ട് ഹസ്ബൻഡും അവന് അവിടെ ഇരുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അന്ന്. അവർ രണ്ടുപേരും അവനെ ഭയങ്കര ഇഷ്ടമായി, അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അവർ അന്നത്തെ ലഞ്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എക്സാം കഴിഞ്ഞ് വന്നപ്പോ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി പോവാനുള്ള ഫുഡ് പോലെ അവർ പാക്ക് ചെയ്തിട്ടാണ് തന്നത്. താങ്കളും ഇങ്ങനെയുള്ള നന്മയുള്ള മനുഷ്യരുടെ സഹവാസമൊക്കെ കിട്ടിയ ആളെന്നുള്ള നിലയിൽ അങ്ങനെ താങ്കൾ പോയ കുടുംബത്തിൽ നന്മ ഉണ്ടാക്കുക, അതാണ് താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി അപ്പൊ നമ്മൾ 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 2 lakhs. മോണിറ്റർ ചോദ്യം ഇതാണ്: ആരെഴുതിയ കവിതയാണ് മോഹം? ഓപ്ഷൻ എ ചങ്ങമ്പുഴ, ഓപ്ഷൻ ബി എഴുത്തച്ഛൻ, ഓപ്ഷൻ സി വയലാർ, ഓപ്ഷൻ ഡി ONV, ഓപ്ഷൻ ഇ ഇടശ്ശേരി. എനിക്ക് ഉറപ്പില്ല. ONV പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ONV. കൂട്ടാമോ? കൂട്ടാം സർ. ONV എഴുതിയ കവിതയാണെന്ന് ഉറപ്പാണല്ലോ. കൂട്ടോ? കൂട്ടി. അതെന്താ അങ്ങനെ ഉറപ്പ് വന്നത്? ഒരു വട്ടം കൂടിയ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അത് കേട്ടിട്ടുണ്ടല്ലേ? അങ്ങനെയാണ്. കവിത ചൊല്ലുന്ന സ്വഭാവക്കാരിയാണോ? അങ്ങനെ സ്വഭാവമൊന്നുമില്ല. പാടൂല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കുട്ടികൾക്കിടയിലൊക്കെ പാടും. ഭർത്താവ് പാടൂ? ഇല്ല ഇല്ല ഇല്ല. പുള്ളി പാടാൻ സമ്മതിക്കാത്താണോ പ്രശ്നം? അപ്പൊ ONV എന്നുള്ളത് നമ്മൾ പൂട്ടിയിരിക്കുന്നു, തുറക്കുന്നു. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് താങ്കളോടും പറയേണ്ടിയിരിക്കുന്നു. അതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചില്ല താങ്കൾ അങ്ങനെ കയറി പറയുന്നു. ഒരു സിനിമ പാട്ടല്ലേ? അതെ, പക്ഷെ ONV എഴുതിയ കവിതയാണത്. ആണോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ അത്? ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. പിന്നെ മാറ്റിയോ കോളേജിലായപ്പോ? ഇല്ലല്ലോ, അന്നേ ഉള്ള കവിതയാണ്. താങ്കളുടെ നല്ലൊരു മുഖം നോക്കി സുഖകരമല്ലാത്ത കാര്യം പറയേണ്ടി വരുന്ന ആ നിമിഷം ഓർത്താണ്. താങ്കൾക്ക് മാത്രമല്ല കരച്ചിൽ വരുന്നത്, ഞങ്ങൾക്കൊക്കെ കരച്ചിൽ വരും ചില സമയത്ത്. ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം. അനില PS, താങ്കൾ പറഞ്ഞ ഉത്തരം എന്താ ഞാൻ പറയാ? തെറ്റാണ്. ശരിയായിരിക്കും. അല്ല, എന്താ ഞാൻ പറയാ? താങ്കളൊന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്താ ഞാൻ പറയാ? ശരിയാണ്. ഉത്തരം ശരിയാണ്. ONV എഴുതിയ. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിലൊരു ലൈനുണ്ട്.
തൊടിയിലെ ഇടവെള്ളം കോരി കുടിച്ചെന്ത് മധുരം എന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ തൊടിയിലെ വെള്ളം ഒഴുകുന്നു, അത് കോരി കുടിക്കുക, അതൊക്കെ എന്ന് വെച്ചാൽ വളരെ ഒരു നൊസ്റ്റാൾജിക് ആണ്. അപ്പൊ കുട്ടേട്ടനെ ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിയാലോ, അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പൊ റേഡിയോയിൽ അനൗൺസ് ചെയ്യാൻ പറ്റില്ലല്ലോ വാർത്ത, നമുക്കൊരു കാര്യം ചെയ്യാം, അത് അനൗൺസ് ചെയ്യാം. ഇനി അല്പ നിമിഷങ്ങൾക്കുള്ളിൽ കുട്ടേട്ടൻ പാടുന്ന ഗാനം മോഹം എന്ന ONV എഴുതിയ കവിതയുടെ ഗാനാവിഷ്കാരം. കുട്ടേട്ട പാടൂ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനിൽ മരമന്നുലയ്ക്കുവാൻ മോഹം, മരമന്നുലയ്ക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. നന്നായിരിക്കും, നല്ല വിജ്ഞാനപ്രദമായ പാട്ട് അല്ലേ? ഓക്കെ. കവിത. അപ്പൊ അങ്ങ് കുറെ കച്ചവടമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു, ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കുറെ ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് രക്ഷപ്പെട്ടോ? ഇല്ല. എന്ത് ചെയ്താലും പൊളിയൂ? എന്ത് ചെയ്താലും പൊളി. നല്ല ജാതകമാണല്ലോ. അപ്പൊ ഒരു പുറത്ത് പറയാവുന്ന ബിസിനസ് ഏതൊക്കെയായിരുന്നു? അല്ല, എല്ലാം പുറത്ത് പറയാവുന്ന ബിസിനസ് മാത്രമേ അതേ ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെയാ? പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ ഏതൊക്കെ ബിസിനസ്സാ ചെയ്തത്? പലർക്ക് കച്ചവടം ചെയ്തു, കോഴി ആൾക്കാര് കടം കൊണ്ടുപോയോ? പലർക്കിടെ എങ്ങനെയാ പൂട്ടിച്ചത്? അല്ല, അതൊക്കെ ആ കാലത്ത് നാട്ടുകാർ പൂട്ടിച്ചതാണോ നമ്മൾ തന്നെ പൂട്ടിച്ചത്? നമ്മൾ തന്നെ ശ്രമിച്ച് പൂട്ടിച്ചത്? അല്ല, അതല്ല, ആൾക്കാർ കൊണ്ടുപോയി അന്നൊന്നും കിട്ടില്ല. പൈസ കൊടുത്താ, കടം കൊടുത്താൽ കിട്ടില്ല. നമുക്ക് പിന്നെ കുറച്ച് കടം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്കിത് പൂട്ടണ്ടേ? അടുത്തത് കോഴി വളർത്തല്. കോഴി വളർത്തല്. കോഴി ചത്തുപോയോ? കോഴി ചത്തുപോയതല്ല, നമ്മള് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വിലക്ക് വാങ്ങും. കുട്ടി വിലക്ക് വാങ്ങും, തീറ്റ വിലക്ക് വാങ്ങും. കോഴി വിൽപ്പനയാവുമ്പോ കോഴിക്ക് വിലയുണ്ടാവും, വിലയിടിയും. 1,00,000 റുപ്യ പോയി. അങ്ങനെ പോയി. അടുത്തത് ആട് വളർത്തല്. ആട് വളർത്തി. അപ്പൊ ആട്ടുപാലിന് ഇത് പ്രശ്നം വന്നോ? അല്ല, ആട്ടുംപാലിന് വേണ്ടിയിട്ടും പിന്നെ അത് കച്ചവടം പോയി, അതും പോയി. എത്ര പൈസ പോയി? സ്വയം തൊഴിലിന് വേണ്ടി കാപ്പി വർക്സ് തുടങ്ങി, അതും പോയി. അതിൽ 1 ഏക്കർ സ്ഥലം കൊണ്ടാ പോയത്. എന്നാ സെഞ്ചുറി അടിക്കുന്നതിനകത്ത്. അപ്പൊ ഈ ധർമ്മപത്നി ഇതിനകത്തൊക്കെ കുടുംബം പട്ടിണി നടക്കാതെ പോയി. ആണോ? പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കാശ് വീട്ടിലെത്തുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ വീണ്ടും തുടങ്ങുവോ ബിസിനസ്? വയസ്സങ്ങത്തി 70 തീരുമാനിച്ചോ? അത് ഭാര്യയുടെ വിലക്കാണോ അതോ? അല്ല, സ്വന്തമായിട്ട് തന്നെ വിലക്കി. രാഷ്ട്രീയം ഉണ്ടായിരുന്നു അന്ന്? ഈ പലരിക്കട തുടങ്ങിയപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നു? അപ്പല്ല, പിന്നീട് തുടങ്ങി. അത് പൊളിയാൻ ഒരു കാരണമായോ? ഇല്ല. അത് ആ സമയത്ത് വേറെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും നല്ല കുടുംബത്തിനെ നോക്കണ്ട, എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കണ്ട, അനിയന്മാരും അച്ഛനും ഉള്ളതുകൊണ്ട് 24 hours രാഷ്ട്രീയത്തിൽ തന്നെയായിരുന്നു. 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ 16 കൊല്ലം കൊണ്ട് നടന്നു. അപ്പൊ അച്ഛൻ കൊള്ളാൻ കേട്ടോ, ആള് രഥിയം കക്ഷിയാ. അപ്പൊ ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 lakhs. പ്രതീക്ഷിച്ചോ ഇതൊക്കെ? ഇത്ര എത്തുമോ? ഇല്ല. എവിടെ വരെ പ്രതീക്ഷിച്ചു? 30,000. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഏകദേശം ഒക്കെ മറന്നുപോയി. കാരണം ഇപ്പൊ 2 വർഷമായിട്ട് PSC ആയിട്ട് ബന്ധമുണ്ട്. ടെൻഷൻ മാറിയോ? ഇപ്പൊ ടെൻഷൻ മാറി. ലോകത്തിൽ ഏറ്റവും ടെൻഷൻ കൂടുതൽ ആരെ കാണുമ്പോഴാ? എനിക്കോ? അമ്മായിമ്മയെ കാണുമ്പോഴാ? ഇല്ല. പിന്നെ എന്നെ കണ്ടപ്പോ ടെൻഷൻ തോന്നിയോ? ഇല്ല, സാറിനെ കണ്ടപ്പോ ടെൻഷൻ. ഒരു മര്യാദക്കാരനാണ്. കുട്ടേട്ടൻ പറയാ കള്ളത്തരം പറയുന്നുണ്ട് കേട്ടോ കുട്ടേട്ട അവിടെ ഇരുന്ന്. അപ്പൊ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് മോണിറ്റർ. ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. പാട്ട് കേട്ടല്ലോ? ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഓപ്ഷൻ ബി വാനപ്രസ്ഥം, ഓപ്ഷൻ സി സതയം, ഓപ്ഷൻ ഡി തൂവാന തുമ്പികൾ, ഓപ്ഷൻ ഇ ചമയം.
ഓപ്ഷൻ എ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഉറപ്പാണോ? ആ ഉറപ്പാണോ? ഉം. കൂട്ടാമോ? കൂട്ടാം സർ, കൂട്ടാം സർ. ഇവിടെ തെറ്റിയാലുള്ള അവസ്ഥ അറിയാമോ? 20,000 രൂപ സ്വന്തമായി കിട്ടും. ആ ഉം? ആ കിട്ടി ചെയ്താൽ 1 ലക്ഷം രൂപ കിട്ടും. വിജയിച്ചാൽ 3 ലക്ഷം രൂപ കിട്ടും. അച്ഛന്റെ കച്ചവടം പോലെ ആകരുത്. അച്ഛന്റെ കച്ചവടത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ? അച്ഛന് ബിസിനസ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് എല്ലാം ബിസിനസ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണോ? പാളിപ്പോ. നാട്ടുകാർക്ക് ബിസിനസ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ടല്ലേ സത്യത്തില് കാര്യം ഉള്ളവരെല്ലാം കടം വാങ്ങിച്ചുകൊണ്ട് പോയത് അല്ലേ? നമ്മള് നശിച്ചു പോട്ടെന്ന് വിചാരിച്ചു. അവർക്ക് ബിസിനസ് മൈൻഡ് വേണ്ടേ? ഈ കട എങ്ങനെ നിലനിൽക്കും എന്ന് അവർ ആലോചിക്കണ്ടേ? ദേ ആർ ഇറസ്പോൺസിബിൾ. അപ്പൊ എന്താ ചെയ്യണ്ടേ? കൂട്ടാട്ടോ? കൂട്ടാം സർ. കൂട്ടി റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളാണോ? ആ ജീവിതത്തിൽ ഒരുവിധമൊക്കെ റിസ്കുകളാണ്. ആ ജീവിതമേ റിസ്ക് ആണ് അതെ. അല്ലേ? അപ്പൊ എടുത്ത ഇത് കൂടാതെ ഇപ്പൊ ഒരു റിസ്ക് എടുത്തു, വലിയൊരു റിസ്ക് ആണിത്. ലക്ഷങ്ങളുടെ റിസ്ക് എടുത്തിരിക്കുന്നത്. അത് പൂട്ടി, അത് പോട്ടെ. ഇനിയിപ്പോ അത് കഴിഞ്ഞു, ആ കഥ കഴിഞ്ഞു. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും പിന്നീട് എടുത്ത റിസ്ക് ഏതാ? കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? അല്ല, അത് അതിനെ കുറിച്ച് ധാരണ അല്ലാതെ എടുത്ത തീരുമാനല്ലേ, അപ്പൊ അത് റിസ്ക് അല്ല. ഇല്ല, അത് വിവരക്കേട് ഉണ്ടാകും. ആ വിവരക്കേട് എന്ന് പറയാം. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചെന്ന് ഭർത്താവിനോട്. അപ്പൊ നിങ്ങളുണ്ടല്ലോ ഈ കല്യാണമൊക്കെ നിങ്ങൾ എല്ലാം റെഡി ആയിട്ട് ഒരു നല്ല ദിവസം വരും. നിങ്ങൾക്ക് ഒരു സൂര്യൻ ഉദിക്കും നിങ്ങളുടെ ദാമ്പത്യത്തിൽ. ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങൾ കല്യാണം കഴിക്കാത്ത തീരുമാനം നല്ലതാണെന്നും പറയും. പിന്നെ അച്ഛന്റെ ബിസിനസ് പോലെ എന്നൊരു പഴഞ്ചൊല്ലി പറയുന്നു കേട്ടോ. അല്ല സർ, ഞാൻ ഈ വ്യക്തിയെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചത് തെറ്റാണെന്നല്ല ഞാൻ പറയണേ. ആ പ്രായത്തില് കല്യാണം കഴിക്കേണ്ട പ്രായം ആയിരുന്നില്ല. പക്വത വന്നില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമുണ്ട് കാര്യങ്ങള്. നമുക്ക് ലോകത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ആളുകളെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കല്യാണം കഴിച്ചതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഏകദേശം ധാരണയുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സ് പ്രായമുണ്ട്? അവർക്ക് 70 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു ഐഡിയ പറയട്ടെ, ഒരു സൂപ്പർ ഐഡിയ ഇപ്പഴേ എനിക്ക് കത്തിയത് കേട്ടോ. അതായത് 70 വയസ്സുള്ള ഒരാളിനെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. താങ്കളുടെ പ്രായം ഞാൻ ചോദിക്കുന്നില്ല. താങ്കളുടെ പ്രായത്തിലുള്ള കുട്ടിക്ക് മാറാൻ പറ്റുമോ? എനിക്ക് മാറാൻ പറ്റും. അപ്പൊ താങ്കൾ മാറുക. ഏറ്റവും എളുപ്പമുള്ള വഴി അതാ. അതായത് 70കളിൽ കടന്ന ഒരു ലേഡിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് 30കളിൽ ജീവിക്കുന്ന ഒരു ലേഡിയെ മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പൊ അതല്ലേ നല്ലത്. അതെ, ഞാൻ മാറാന്ന് പറയുമ്പോ പക്ഷേ എന്ന് പറഞ്ഞ് പിന്നെയും കളഞ്ഞ അതല്ല സർ, എന്താണ് ഞാൻ മാറാന്ന് പറയുമ്പോ എനിക്ക് ഇപ്പൊ കൺവെൻഷണൽ ആയിട്ട് അങ്ങനെ ഞാൻ എന്റെ എന്താ പറയാ സ്വത്വം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ അവിടെ നിക്കണതില്ല എന്നില്ലാന്ന് എനിക്ക് തോന്നണത്. ഞാനിപ്പോ അതെങ്ങനെയാ സാറിനോട് പറയാ? സ്വന്തം ഐഡന്റിറ്റി കളഞ്ഞവിടെ നിക്കണം. അങ്ങനെ ഞാൻ മാറണം എന്നുള്ളത് എനിക്ക് പറ്റില്ല. വലിയ അഭിമാനിയാണെന്ന്. അതെ അതെ ആണല്ലേ? അതെ. അച്ചോ, അപ്പൊ സ്വന്തം ഇഷ്ടം പോലെ തീരുമാനിക്കൂ. കാര്യം അഭിമാനം വിറ്റ് ജീവിക്കണം നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ അഭിമാനം ഒരു ഈഗോ ആയി മാറുന്നത്. ഈഗോ അല്ല, ഈഗോ ആയിട്ടല്ല. നമുക്ക് നമ്മളെ തന്നെ ഒരു ബോധം വേണം നമ്മളെ കുറിച്ച്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നായിരുന്നു. ഓപ്ഷൻ എ പൂട്ടി. 3 ലക്ഷം രൂപയുടെ ചോദ്യമായിരുന്നു. അത് വലിയ റിസ്ക് ആയിപ്പോയി, കൊടും റിസ്ക്, കടുത്ത റിസ്ക് ആയിപ്പോയി. അപ്പൊ ഇനിയിപ്പോ പരിപാടി എങ്ങനെയാ? ഇത് കഴിഞ്ഞാൽ എങ്ങനെയാ പരിപാടി? ഞാൻ പയ്യന്നൂര് പോവും. പയ്യന്നില് പോവും. അച്ഛനും അമ്മയും വീട്ടിക്ക് പോവും. പാലോട്. അനിയൻ വഴിയാതരാവും. അല്ല, അനിയനാണ് അവരെ കൊണ്ടുവന്നത്. അപ്പൊ അനിയനോട് കൊണ്ടുപോകും അല്ലേ? അപ്പൊ എല്ലാം റെഡി ആക്കിക്കോളൂ, വണ്ടിയൊക്കെ റെഡി ആക്കിക്കോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓപ്ഷൻ ബി, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് തോന്നിയില്ല. ഉത്തരം ശരിയാണ്. 3 ലക്ഷം രൂപ കിട്ടി എന്തോ ചെയ്യുന്നു? 3 ലക്ഷം കിട്ടിയാൽ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ അനിലെ പായസം ഉണ്ടാക്കാൻ അറിയാവോ? എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാം. അനിയനും അനിലേയും കൂടി ഒരു പായസം ഉണ്ടാക്കില്ലേ വീട്ടില്? പണ്ട് ചെറുതാവുമ്പോ ഞാനും അനിയനും ആയിരിക്കും വീട്ടിലുണ്ടാവുക. അമ്മ ജോലിക്ക് പോവും, അച്ഛനും ബിസിനസ് അതെ ആവശ്യങ്ങൾക്ക് പോവും. അപ്പൊ വീട്ടില് അപകടകരമായ കാര്യങ്ങളിലൊന്നും തുടരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഗ്യാസ് കത്തിക്കരുത്, അങ്ങനെ പറഞ്ഞു പോവും. ഗ്യാസ് കത്തിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും. അപ്പൊ ഞാനും അവനും മാത്രല്ലേ, അപ്പൊ ഞങ്ങള് പായസം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ വീട്ടില് പാലുണ്ട്. ഇല്ല, യൂട്യൂബ് ഒന്നുമില്ല. അമ്മ ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട്. അപ്പൊ പാലുണ്ട്, സേമിയ ഉണ്ട്, പഞ്ചസാരയുണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ആരോടും പറയരുത്, നമുക്ക് പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ പായസം ഉണ്ടാക്കി. പാല് തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് സേമിയൊക്കെ പായസമൊക്കെ റെഡിയായി. പക്ഷെ പായസം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ നോക്കുമ്പോ അതിൽ ചെറിയൊരു പുഴു. അപ്പം സേമിയ വൃത്തിയാക്കിയിട്ട് ഇടണം എന്നുള്ള ബോധമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതെ, അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. ഇല്ല, പിന്നെ അത് കളഞ്ഞു. അമ്മ വന്നപ്പോ പാല് ചോദിക്കുമല്ലോ, ചായക്കുള്ള പാല് എവിടെ ചോദിക്കുമല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞു പൂച്ച കുടിച്ചു പറഞ്ഞു. പൂച്ച കുടിച്ചു, ഈ പൂച്ച. ഓക്കെ, റെഡി. അപ്പൊ ഇനി നമുക്ക് 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 5 lakhs, 5 ലക്ഷം. ഒതകട് വരുമോ? ചെലപ്പോ. എല്ലാം കുറച്ചുണ്ടല്ലേ. എനിക്കാണെങ്കിൽ അകാരണമായി കരയുന്നവരെ വലിയ പേടിയാ. ഫ്ലവേഴ്സ് 1 കോടിയിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊക്കെ തൊഴു. ഇതുവരെ കരഞ്ഞില്ല. എപ്പോഴാ കരയാന്ന് എനിക്കത് അറിയില്ല. എന്റെ അമ്മ എങ്ങനെയാ? അമ്മയുടെ കരച്ചിലിന്റെ ഒരു ഫ്രീക്വൻസി എങ്ങനെയാ? അമ്മ ഏതാണ്ട് അങ്ങനെ ആണോ? അമ്മ എങ്ങനെ കരയുന്ന? അപ്പൊ അച്ഛനോ? ഞാൻ കരയില്ല, പക്ഷേ ഞാൻ ദുർബലനാണ് സത്യത്തില്. അത് മനസ്സുകൊണ്ട് ദുർബലനാ? മനസ്സുകൊണ്ട് ദുർബലനാണ്. ഇത്രയും കടയൊക്കെ പൊട്ടിപ്പോയ ആരും ദുർബലായി പോയില്ല. പക്ഷെ അത് മറച്ചു വെക്കാൻ ഞാൻ സ്ട്രെങ്ത് അഭിനയിക്കും. പക്ഷേ അങ്ങയുടെ മുഖം കണ്ടാലേ ഒരു ഗൗരവക്കാരന്റെ ലുക്കാ. അങ്ങനെ തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാലേ എല്ലാരെയും അടക്കി ഭരിക്കുന്ന ഒരു സ്വേച്ഛാധിപതി മനസ്സിലുള്ള. പക്ഷെ ആള് ദുർബലനല്ലേ? വല്യേട്ടനാണ് സർ. വല്യേട്ടനാണോ? വീട്ടിലെ വല്യേട്ടനാണ്. അപ്പൊ ഞങ്ങൾ കുടുംബത്തിലെ എപ്പോഴും വല്യേട്ടൻ മനോഭാവം എന്നറിയല്ലോ. ആ മനോഭാവം കൊണ്ട് നാട്ടിലിറങ്ങി ബിസിനസ് ചെയ്താൽ ഇതുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? എനിക്ക് തോന്നുന്നു അങ്ങയുടെ ആത്മകഥ പ്രശ്നപ്പെടുത്തണം, പുതിയ കച്ചവടക്കാർക്ക് ഉപകരിക്കും. കാര്യം എങ്ങനെയാണ് ഒരു കട സിസ്റ്റമാറ്റിക് ആയിട്ട് പൊളിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. പറയൂ കൂട്ടേട്ടാ. അനിലയുടെ ഇളയ മകൻ അരിഹൻ വളരെ അത്ഭുതകരമായ ഒരു ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെട്ടു. എന്തായിരുന്നു ആക്സിഡന്റ്? കുട്ടേട്ടന് ഇതെല്ലാം അറിയാം. കുട്ടേട്ടന് അതെല്ലാം അറിയാം. ഹസ്ബൻഡിന് 2 വീടുണ്ട്. അമ്മയും അച്ഛനും താമസിക്കുന്ന ഒരു വീട് റോഡിന്റെ സൈഡാണ്. നേരെ റോഡിലേക്കാണ് ഇറങ്ങുക. ഞാന് മക്കളെ അവിടെ ഏൽപ്പിച്ചിട്ടാ പോയിക്കൊണ്ടിരുന്നത് കോളേജിൽ PhDക്ക്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ റോഡിലേക്ക് ഇറങ്ങി. അപ്പം പെട്ടെന്ന് ഇറക്കായതുകൊണ്ട് വണ്ടി ഒരു ബൈക്ക് വന്നിട്ട് അവനെ കണ്ടപ്പോ അയാൾ ബ്രേക്ക് ചെയ്തതാണ്. അതങ്ങനെ അവന്റെ ദേഹത്ത് വന്ന് വീണു. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഈ അരികന്തിന്റെ എത്രാമത്തെ വയസ്സിൽ? ഇപ്പൊ ഒരു 6 മാസം മുന്നേ. ഇപ്പൊ അവൻ ഓക്കെ ആയില്ലേ? ഇപ്പൊ അവൻ ഓക്കെ ആയി. കുറച്ച് ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു. ICUലായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ 4 ദിവസം, വെള്ളം പോലും കൊടുക്കാതെ 4 ദിവസം. കുറച്ച് സീരിയസ് ആയിരുന്നു. ഇന്റേണൽ ഇഞ്ചുറി ആയിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു? ഹസ്ബൻഡ് വന്നിട്ട് അവനെ കണ്ടിട്ട് പോയി. ഓക്കെ. അപ്പൊ അതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നോ? ഇല്ല, അതോടുകൂടി പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് സിനിമയിലൊക്കെയാണ് കഥയുടെ ക്ലൈമാക്സ്. ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതുവരെ ഞങ്ങള് കുഴപ്പമില്ലാതെ പോവായിരുന്നു. അതിനുശേഷം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി. ഈ ആക്സിഡന്റ് ഇഷ്യൂന് തുടക്കമായി അല്ലേ? ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് അപ്പൊ ഇനി 5 ലക്ഷം രൂപയുടെ ചോദ്യം കിടക്കാം. 5 lakhs. ഓക്കെ, മോണിറ്റർ. ചോദ്യം ഇതാണ്, 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ദിസ് എ വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. ആൻസറും അതുപോലെ തന്നെ ഈക്വലി കോസ്റ്റ്ലി ആവും. സൂക്ഷിക്കണം. ഏത് നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം? ഓപ്ഷൻ എ നൈൽ, ഓപ്ഷൻ ബി ആമസോൺ, ഓപ്ഷൻ സി ടൈഗ്രീസ്, ഓപ്ഷൻ ഡി സാംബസി, ഓപ്ഷൻ ഇ ടൈബർ. നൈൽ, ആമസോൺ, ടൈഗ്രീസ്, സാംബസി, ടൈബർ. 1708 മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം വിക്ടോറിയ വാട്ടർഫാൾ. ഓപ്ഷൻ എ നൈൽ. ഉറപ്പിച്ചോ? തെറ്റുപറ്റിയാൽ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. 30,000 രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. ശരിയാണെങ്കിൽ 5 ലക്ഷം രൂപയും കൊണ്ട് മത്സരം തുടരും. പിൻവാങ്ങിയാൽ 1.5 ലക്ഷം രൂപ വരും. 2 ഉത്തരത്തിലാണ് കണ്ണെങ്കിൽ നമ്മൾ മറ്റേ കളി കളിക്കും. ഏത്? മണി ഷെയർ. അവിടെയും തെറ്റിയാൽ 30,000. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കും. ഉത്തരം കണ്ടിട്ട് നമ്മുടെ ആ വികാരം വരുന്നോ? കരച്ചില്? ഇല്ല, കരച്ചില് വരുന്നില്ല. ഇല്ല. കണ്ണീര് ഗ്രന്ഥി പറ്റിയോ? ആ ഗ്രന്ഥി കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാതിരിക്കുന്ന ആളല്ലേ? ഇത് എനിക്ക് പഠിച്ചിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ ഇപ്പൊ എനിക്കത് ഓർമ്മ വരുന്നില്ല. അത് താങ്കളുടെ കുഴപ്പമില്ല. അത് അവിടെ നിൽക്കുമ്പോ അതൊരു ഹോട്ട് സ്റ്റാൻഡാ. ഹോട്ട് സീറ്റ് എന്നല്ല പറയുന്നത്, ഹോട്ട് സ്റ്റാൻഡ്. കാര്യം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഉത്തരം കണ്ട ചോദ്യം പോലിരിക്കും, ചോദ്യം കണ്ട ഉത്തരം പോലും. അതാണ് നൈൽ എന്നാണ് മനസ്സിൽ വരുന്നത്. കൂട്ടാനുള്ള ധൈര്യം ഉണ്ടോ? കൂട്ടാം സർ. വരുമരായിയെ കുറിച്ചൊക്കെ ചിന്തയുണ്ടല്ലോ? ചിന്തയുണ്ട്. പക്ഷെ നൈലാണെന്ന് മനസ്സിൽ പറയുന്നു. ഒരു തീരുമാനം എടുത്തു. നീ ഒന്നും നോക്കാനില്ല. ക്വിറ്റ് ചെയ്യാം സർ. ക്വിറ്റ് ചെയ്യാം അല്ലേ നല്ലത്? ഇപ്പൊ മനസ്സതാണോ പറഞ്ഞത്? ഓപ്ഷൻ എ നൈൽ കൂട്ടാം സർ. റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു? കൂട്ടാമല്ലോ? കൂട്ടാം സർ. കൂട്ടാം. ഓക്കെ, കൂട്ടി.
ഓപ്ഷൻ എ നൈൽ പൂട്ടി. മനസ്സിപ്പോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് ആണ്. ഈ മനസ്സിന് എന്തൊരു സ്വഭാവമാണ് ഇത്? വേണ്ട സമയത്ത് ബ്ലാങ്ക് ആവുന്നത്. ഇപ്പോഴല്ലേ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് മനസ്സേ. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത വീതികളിൽ. അതെ, മുല്ലനേഴി. ഓക്കെ, താങ്കൾ പറഞ്ഞിരിക്കുന്നത് നൈൽ എന്നാണ്. വിക്ടോറിയ ഫാൾസ് നൈൽ നദിയിലാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. അനില PS, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സാംബസിയാണ് ഉത്തരം സാംബസിയാണ്. ഞാനതാ പറഞ്ഞ റിസ്ക് എടുക്കാനുള്ള മനസ്സായോ എന്ന് ചോദിച്ചത്. ആ റിസ്ക് എടുക്കാനെടുത്ത തീരുമാനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 30,000 രൂപ ഇപ്പൊ കയ്യിലുണ്ട്. മതി? കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ അച്ഛന്റെ ബിസിനസിനേക്കാളും ബെറ്ററാ അല്ലേ? അച്ഛോ വിഷമായോ? അല്ല, വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് കുറച്ച് വിഷമായി. ഈ അഡ്രസ്സിക്ക് കത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ തോന്നുന്നു? ബ്ലാങ്ക്നെസ് മാറിയോ? ഇല്ല, ബ്ലാങ്ക് ആണ്. അതെന്താ ഈ മനസ്സിങ്ങനെ പ്രവർത്തിക്കുന്നത്? അതെന്താന്നറിയില്ല. അപ്പൊ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വിനോദം എന്താ? ചിത്രം വരയ്ക്കാൻ ഇഷ്ടം. അപ്പൊ ഇന്ന് പോയിട്ട് ഒരു ചിത്രം വരയ്ക്കണം, എനിക്ക് അയച്ചു തരണം. എന്റെ ഒരു ചിത്രം വരച്ചത് ഇന്ന് പോയിട്ട് വരയ്ക്കാൻ പറ്റുമോന്ന് അറിയില്ല സാർ. കുറെ വർക്കുകൾ കിടക്കാണ്. ഇതൊക്കെ ഓർക്കോ? ഈ ഇവിടെ വന്ന് ഫ്ലവേഴ്സ് 1 കോടിയിൽ വന്നിട്ട് 5 ലക്ഷം വരെ കളിച്ചു. തെറ്റിപ്പോയി. എന്നാലും നോട്ട് ബാഡ്. നമ്മളിപ്പോ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ പുറത്തായവരുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് വിഷമിക്കണം? താങ്കൾ ഇത്രയും കളിച്ചില്ലേ, നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് താഴ്ത്തു പോയാലോ? അപ്പൊ മത്സരം ഇവിടെ അവസാനിക്കുന്നു. മിസ്സിസ് അനില PS, നമുക്ക് 30,000 രൂപ താങ്കൾക്ക് ലഭിക്കുന്നു. അതിന്റെ ചെക്ക് ഞാൻ ഒപ്പിടുന്നു. അപ്പൊ നമുക്ക് പിരിയാൻ സമയമാകുന്നു. ഓക്കെ, താങ്കള് നല്ല രീതിയിൽ മത്സരിച്ചു. താങ്കളുടെ മത്സരം നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം ഉണ്ടായി താങ്കളുടെ ഭാഗത്ത്, കേട്ടോ. അപ്പൊ അത്രയും റിസ്ക് സാധാരണ ഒരാൾ എടുക്കില്ല. അപ്പൊ ഇത്രയും പൈസ ആയതുകൊണ്ട് വേണമെങ്കിൽ പിന്മാറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. താങ്കൾ പക്ഷെ റിസ്കിൽ ഉറച്ചു നിന്നു. ആ ഉറപ്പിനെ ഞാൻ ബഹുമാനിക്കുന്നു. അപ്പൊ ഇത് മൈജി നൽകുന്ന പ്രൈസ് മണിയാണ് 30,000 രൂപയുടെ. അപ്പൊ ഇനി താങ്കളുടെ അതിലെല്ലാം ഉപരി അതിനേക്കാളും വാല്യൂബിൾ എന്ന് പറയുന്നത് ഈ താങ്കൾ ഇവിടെ വന്നു മത്സരിച്ചു. നല്ല മത്സരമായിരുന്നു, നല്ല ഒന്നാം തരം ടീച്ചറിന്റെ മത്സരം. അപ്പൊ ദി സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസസ് അനില PS ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് 1 കോടി. അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ താങ്കളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള കല്ലേടിയൊക്കെ മാറും. ഹസ്ബൻഡിന്റെ ഇനി വരവ് കേട്ടോ, അദ്ദേഹം ചിലപ്പം അക്കൗണ്ടന്റ് അല്ലേ, അപ്പൊ അദ്ദേഹം കൗണ്ട് ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ചില കണക്കൂട്ടലുമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. അതായത് പ്രായമായ അമ്മയെ നമുക്ക് അമ്മയെ മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് മാത്രമേ മാറാൻ പറ്റൂ. ഓക്കെ, ഇതാണ് പയ്യന്നൂരിലേക്കുള്ള വഴി. ഓക്കെ, താങ്ക് യു. അനില PS നന്നായിട്ട് മത്സരിച്ചു. സാധാരണഗതിയിൽ ആളുകൾ എടുക്കാത്ത ഒരു ധൈര്യവും കാണിച്ചു. ഒരു റിസ്ക് എടുത്ത് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു. വേണമെങ്കിൽ പിന്മാറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതാണ്. എന്തായാലും അനില ടീച്ചറിന് അഭിനന്ദനങ്ങൾ. ഗുഡ് ബൈ.